ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സെൽ സൈക്കിൾ റെഗുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ സെൽ സൈക്കിൾ റെഗുലേഷൻ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ സെൽ സൈക്കിൾ എന്താന്ന് ഉള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പൈ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സെൽ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഡിവൈഡ് ചെയ്യാൻ പോകുന്ന സെല്ല് അഥവാ ഡിവിഷനിൽ എൻഗേജ് ചെയ്യാൻ പോകുന്ന ഒരു സെല്ല്, ആ സെല്ലിൻ്റെ അകത്ത് ധാരാളം ഇവന്റുകൾ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നടക്കുന്നുണ്ട്. ആ ഇവന്റുകളെ നമ്മൾ കളക്റ്റീവായി വിളിക്കുന്ന പേരാണ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഇവന്റുകൾ ഏതാന്ന് നോക്കാം. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ആ സെല്ലിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് സെൽ ഗ്രോത്ത് എന്ന് പറയും. സെല്ലിന്റെ പ്രോട്ടോപ്ലാസ്മിക് കണ്ടന്റ് ഇൻക്രീസ് ചെയ്തിട്ട് സെല്ലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് സെൽ ഗ്രോത്ത് എന്ന് പറയും. ആ സമയത്ത് സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവായ സ്റ്റേജ് ആയിരിക്കും. ഓക്കെ, ഇനി ആ സെല്ല് ഗ്രോത്ത് സഫീഷ്യന്റ് ആയി, സെൽ ഗ്രോത്ത് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ സെല്ലിന്റെ അകത്തുള്ള DNA സിന്തസിസ് നടക്കും. നമ്മൾ അതിന് റിപ്ലിക്കേഷൻ എന്നാണ് പറയാം. രണ്ടാമത്തെ ഹിസ്റ്റോൺ പ്രോട്ടീന്റെ സിന്തസിസ് നടക്കും. അപ്പോഴാണ് DNA പാക്ക് ചെയ്തിട്ട് പിന്നീട് ക്രോമോസോം ആക്കാനുള്ള ഹിസ്റ്റോണുകളൊക്കെ സെല്ലിന് അവൈലബിൾ ആവുള്ളൂ. മൂന്നാമത് സെൻട്രോസോമിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കും അഥവാ സിന്തസിസ് നടക്കും. അപ്പോഴാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ ആ സെൻട്രോസോം എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ DNA റിപ്ലിക്കേഷൻ, സെൻട്രോസോം മൾട്ടിപ്ലിക്കേഷൻ, ഹിസ്റ്റോൺ പ്രോട്ടീൻ സിന്തസിസ്, ഇതൊക്കെ നടക്കുന്ന ഫേസാണ് എസ് ഫേസ്. ഇനി സെല്ല് ആ ഫേസും കഴിഞ്ഞാൽ സെല്ല് നേരെ പോകുന്നത് G2 ഫേസിലേക്കാണ്. G2 ഫേസിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, G2 ഫേസ് കഴിഞ്ഞാലാണ് എം ഫേസ് അഥവാ മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത്. അതാണ് ആക്ച്വൽ ഡിവിഷൻ നടക്കുന്ന ഫേസ്. അതിനെ രണ്ടാക്കിയിട്ടുണ്ട്, ന്യൂക്ലിയർ ഡിവിഷൻ അഥവാ കാരിയോകൈനസിസും സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ അഥവാ സൈറ്റോകൈനസിസും. സോ ആ ആക്ച്വൽ ഡിവിഷൻ നടക്കാൻ ആവശ്യമായ ചില എസെൻഷ്യൽ പ്രോട്ടീനുകളുടെയും എൻസൈമുകളുടെ സിന്തസിസ് നടക്കുന്ന സ്റ്റേജ് ആണ് എന്ത്, G2 ഫേസ് അഥവാ ഗ്യാപ്പ് 2 ഫേസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ G1S G2 ഫേസിൽ സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സെല്ല് ഡിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫേസ് ആയതുകൊണ്ട് അതിനെ പ്രിപ്പറേറ്ററി ഫേസ് എന്നും അല്ലെങ്കിൽ ഇന്റർഫേസ് എന്നും പേരിട്ട് വിളിക്കാറുണ്ട്. ഇനി ആ G2 ഫേസ് കഴിഞ്ഞാലാണ് ശരിക്കും ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുക. അതിനെ 4 ഫേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും പഠിച്ചതാണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്ന് പറയും. ആ ടീലോഫേസ് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഡിവിഷൻ തീർന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സൈറ്റോപ്ലാസ്മിക് ഡിവിഷനും കൂടി ആയാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തു. അപ്പൊ നോക്കിയേ, ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ധാരാളം ഇവന്റ് ഒരു സീക്വൻഷ്യൽ ഓർഡർ നടക്കുന്നില്ലേ? സോ ഈ ഇവന്റുകളെ നമ്മൾ കളക്റ്റീവായി വിളിക്കുന്ന പേരാണ് സെൽ സൈക്കിൾ. ഇനി ഡിവിഷനിൽ എൻഗേജ് ചെയ്യാത്ത സെല്ലുകൾ എന്ത് ചെയ്യും? അവർ നിൽക്കുന്ന ഇനാക്റ്റീവ് ഫേസിനാണ് നമ്മൾ G0 ഫേസ് അല്ലെങ്കിൽ ക്യുസെന്റ് ഫേസ് എന്നാ പറയാ. അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. സോ സെൽ സൈക്കിൾ റെഗുലേഷൻ അല്ലെങ്കിൽ ആ റെഗുലേഷൻ എന്ന ടോപ്പിക്ക് കാണാൻ വേണ്ടി വരുന്നതിനേക്കാൾ മുന്നേ ആദ്യം സെൽ സൈക്കിൾ എന്താന്നുള്ള ബേസിക് ഐഡിയ ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഇവിടെ ഷോർട്ടാക്കി പറഞ്ഞതാണ്. സോ അറിയില്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെൽ സൈക്കിളിന്റെ ബേസിക് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഒന്ന് കയറി കണ്ട് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെൽ സൈക്കിൾ റെഗുലേഷനിലേക്ക് പോവാം. സെൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നത് ധാരാളം പ്രോട്ടീനുകളുടെയും എൻസൈമുകളുടെയും ഹെൽപ്പോട് കൂടിയാണ്. അപ്പൊ അതിൽപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പ്രോട്ടീനും എൻസൈമാണ് ഞാൻ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത്. എന്നിട്ട് ആ രണ്ട് എൻസൈമുകളുടെ ബേസിക്സ് പറഞ്ഞ് അതിലൂടെ നമുക്ക് സെൽ സൈക്കിൾ റെഗുലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സെൽ സൈക്കിൾ റെഗുലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ധാരാളം പ്രോട്ടീനുകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രോട്ടീന്റെ പേരാണ് സൈക്ലിൻ എന്നാണ് പറയാ. സൈക്ലിൻ. ഓക്കെ, രണ്ടാമത്തെ പ്രോട്ടീന്റെ പേരാണ് സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് എന്ന് പറയാം. സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ്. ഷോർട്ട് ആക്കി വിളിക്കുമ്പോൾ CDK എന്നാണ് വിളിക്കുക. സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് അഥവാ CDK എന്നാണ് വിളിക്കുക. ഓക്കെ, ഇതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന രണ്ട് എൻസൈമുകൾ. ഓക്കെ, അല്ലെങ്കിൽ സെൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രോട്ടീനുകൾ. ഓക്കെ, ഇനി അതിൽ ഒന്നാമത്താണ് സൈക്ലിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സൈക്ലിൻ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു പ്രോട്ടീനാണ്. ഇറ്റ് ഈസ് എ പ്രോട്ടീൻ. അതൊരു പ്രോട്ടീനാണ്. ഓക്കെ, ഹാവിങ് എ മോളിക്കുലാർ മാസ്. അതിന്റെ ഒരു മോളിക്കുലാർ മാസ് എടുത്താൽ ഏകദേശം അതിന്റെ മോളിക്കുലാർ മാസ് 30 മുതൽ 50 കിലോ ഡാൾട്ടൺ
റേഞ്ചിൽ വരുന്ന മോളിക്കുലാർ മാസ് ഉള്ള പ്രോട്ടീൻ ആണ് സൈക്ലിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു പോയിന്റ് അതാ. രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ മനസ്സിലാക്കാം, സെൽ സൈക്കിളിന്റെ ഈ ഡിഫറൻറ്റ് സ്റ്റേജസിൽ സൈക്ലിക്കലി സിന്തസൈസ് ചെയ്യുകയും അതേപോലെ സൈക്ലിക്കലി ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രോട്ടീനുകളാണ് ആര്, സൈക്ലിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പേര് തന്നെ വന്നത്, സൈക്ലിക്കലി സിന്തസൈസിങ് ആൻഡ് സൈക്ലിക്കലി ഡീഗ്രേഡ്. നോക്കിയടെ, ഞാൻ ഇവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. നോക്കി, അതിന് വൈ ആക്സിസും ഉണ്ട് എക്സ് ആക്സിസും ഉണ്ട്. വൈ ആക്സിസിൽ ഞാൻ കൊടുത്ത് കോൺസെൻട്രേഷൻ ഓഫ് സൈക്ലിൻ ആണ്, കോൺസെൻട്രേഷൻ ഓഫ് സൈക്ലിൻ, സൈക്ലിന്റെ കോൺസെൻട്രേഷൻ ആണ് കൊടുത്തത്. എക്സ് ആക്സിസിൽ ഞാൻ കൊടുക്കുന്നത് സ്റ്റേജസ് ഓഫ് സെൽ സൈക്കിൾ, സെൽ സൈക്കിളിന്റെ സ്റ്റേജസ് ആണ് ഞാൻ എക്സ് ആക്സിസിൽ കൊടുക്കുന്നത്. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഞാൻ G1 ഉണ്ട്, S ഉണ്ട്, G2 ഉണ്ട്, മൈറ്റോട്ടിക് ഫേസ് ഉണ്ട്. ഓക്കെ, ഇനി നോക്കിയോട്ടെ, ഞാൻ ഒന്നാമത് ഈ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്താണ് സൈക്ലിൻ ഡി എന്ന് പറയുന്ന സൈക്ലിൻ. നോക്കി, അത് G1 ഫേസിന്റെ സ്റ്റാർട്ടിങ്ങിൽ സിന്തസൈസ് ചെയ്തിട്ട് G1 ഫേസിന്റെ പകുതി ആകുമ്പോഴേക്കും ഹൈ കോൺസെൻട്രേഷൻ പീക്ക് കാണിച്ച് പിന്നെ എസിലേക്ക് എത്തുമ്പോഴേക്കും സാച്ചുറേറ്റഡ് ആയി. ഇവിടുന്നാണ് ഫാസ്റ്റ് ഗ്രോത്ത്, കുത്തനെ പൊങ്ങി വരിക, പിന്നെ സാച്ചുറേറ്റഡ് ആയി പതിയെ പതിയെ ഡീഗ്രേഡ് ചെയ്ത് പോവുക. അതാണ് സൈക്ലിൻ ഡി. അതുകൊണ്ട് തന്നെ എസ് ഫേസിൽ മാക്സിമം കോൺസെൻട്രേഷൻ പീക്ക് കാണിക്കുന്നതുകൊണ്ട് എസ് ഫേസ് സൈക്ലിൻ ഈസ് ഓൾസോ കോൾഡ് സൈക്ലിൻ ഡി എന്നാണ് പറയാം. എസ് ഫേസ് സൈക്ലിൻ ആണ് സൈക്ലിൻ ഡി. ഇനി അതേപോലെ എസ് ഫേസ് G1 ഫേസിൽ നിന്ന് പിന്നീട് സിന്തസൈസ് ചെയ്യുന്ന സൈക്ലിൻ ആണ് ഗ്രീൻ കളറിൽ കാണിച്ച് സൈക്ലിൻ ഇ എന്നാ പറയാം. അത് G1 ഫേസിൽ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുകയും അതിന്റെ മാക്സിമം പീക്ക് ഹൈ കോൺസെൻട്രേഷൻ കാണിക്കുക G1ന്റെയും എസിന്റെയും ട്രാൻസിഷൻ സോണിലാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുക സൈക്ലിൻ ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുക G1 ബാർ എസ്, G1 എസ് ട്രാൻസിഷൻ സൈക്ലിൻ ആണ്. G1ൽ നിന്ന് എസിലേക്ക് ട്രാൻസിഷൻ പോയിന്റ്, അങ്ങനെ ജസ്റ്റ് ട്രാൻസ്ഫർ ഒരു സെല്ല് G1 ഫേസിൽ നിന്ന് എസ് ഫേസിലേക്ക് പാസ് ചെയ്യാൻ കാരണമായ സൈക്ലിനാണ് G1 എസ് സൈക്ലിൻ എന്നാ പറയാ. ഓക്കെ, കാരണം G1 ഫേസിന്റെ എൻഡിൽ ഒരു സെൽ സൈക്കിളിൽ കാണുന്ന പോയിന്റ് ആണ് റെസ്ട്രിക്ഷൻ പോയിന്റ് എന്ന് പറയും. ആ റെസ്ട്രിക്ഷൻ പോയിന്റ് പാസ് ചെയ്യാൻ സഹായിക്കുന്ന സൈക്ലിനാണ് സൈക്ലിൻ ഇ എന്ന് പറഞ്ഞാൽ. എന്നാൽ അതേപോലെ G1 ഫേസിന്റെ എൻഡിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ സൈക്ലിനാണ് എന്ത്, സൈക്ലിൻ എ എന്ന് പറഞ്ഞാൽ. അത് G1 ഫേസിന്റെ എൻഡിൽ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പീക്ക് മെല്ലെ മാക്സിമം കോൺസെൻട്രേഷൻ കാണിക്കുന്നത് എവിടെയാണ്, അത് എസ് ഫേസിലാണ്. അതുകൊണ്ട് സൈക്ലിൻ എനെ നമ്മൾ വിളിക്കുന്ന പേര് എസ് ഫേസ് സൈക്ലിൻ ആണ് സൈക്ലിൻ എനെ വിളിക്കുക. പിന്നെ അത് പതിയെ പതിയെ ഡീഗ്രേഡ് ചെയ്ത് G2 എം ഫേസിലാകുമ്പോഴേക്കും കോൺസെൻട്രേഷൻ കുറഞ്ഞു പോവാണ്. അതേപോലെ G1 ഫേസിന്റെ ഏറ്റവും എൻഡിൽ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന സൈക്ലിനാണ് മൈറ്റോട്ടിക് സൈക്ലിൻ അഥവാ സൈക്ലിൻ ബി എന്നാണ് പറയാ. പക്ഷെ അതിന്റെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന G1 ഫേസിന്റെ എൻഡിലാണെങ്കിൽ ഗ്രാജുവലി അതിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് ഫാസ്റ്റ് സിന്തസിസ് നടക്കുന്നത്, റാപ്പിഡ് സിന്തസിസ് നടക്കുന്നത് മൈറ്റോട്ടിക് ഫേസിലാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പീക്ക് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് സൈക്ലിൻ ബിനെ വിളിക്കുന്ന പേര് മൈറ്റോട്ടിക് സൈക്ലിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഓരോരോ സൈക്ലിനും ഓരോരോ ഫേസസ് സൈക്ലിക്കലി സിന്തസൈസ് ചെയ്യുകയും ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൈക്ലിൻ എന്ന് വിളിക്കുന്നത്. ഇനി ഓക്കെ, അപ്പൊ അതിനെ മനസ്സിലാക്കാം, സൈക്ലിക്കലി സിന്തസൈസിങ് ആൻഡ് സൈക്ലിക്കലി ഡീഗ്രേഡിംഗ് ആണ്. സൈക്ലിക്കലി സിന്തസൈസിങ് ആൻഡ് സൈക്ലിക്കലി ഡീഗ്രേഡിംഗ്, അതാണ് സൈക്ലിൻ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം, ഈ ഗ്രാഫിൽ പറഞ്ഞ പോലെ മെറ്റാസോവൻസ് എന്ന് പറയുന്ന കാറ്റഗറി എടുത്താൽ അത് മാമൽസും കോഡേറ്റും നോൺ കോഡേറ്റും എല്ലാം ഉൾപ്പെട്ട മെറ്റാസോവൻസ് എന്ന് പറയുന്ന കാറ്റഗറി എടുത്താൽ പ്രധാനമായും 4 സൈക്ലിൻ ഉണ്ട്. ആ സൈക്ലിന്റെ പേരാണ് സൈക്ലിൻ ഡി, സൈക്ലിൻ ഇ, സൈക്ലിൻ എ ആൻഡ് സൈക്ലിൻ ബി. ഓർത്തു വെക്കാൻ എളുപ്പത്തിന് ഡെബ് എന്ന് ഓർത്തച്ചാൽ മതി, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അതാണ് മെറ്റാസോവൻസിൽ 4 ടൈപ്പ്. പ്രധാനമായും 4 ടൈപ്പ് സൈക്കിളാണ് സെൽ സൈക്കിളിൽ ഡയറക്റ്റ് ആയിട്ട് സെൽ സൈക്കിൾ റെഗുലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന സൈക്കിൾ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ നോൺ മെറ്റാസോവൻസ് ആയ ഈസ്റ്റ്, സെക്കാരോമൈസിസ് സിറിവൈസ്, ഷൈസോസെക്കാരോമൈസിസ് പോംബെ അങ്ങനത്തെ ഈസ്റ്റുകളിലൊക്കെ സൈക്ലിൻ വ്യത്യാസമുണ്ട്. CLN1, CLN2, CLN3 അങ്ങനെയാണ് പേര് കൊടുത്തത്. പിന്നീട് നമുക്ക് ആ ഡീറ്റെയിൽസ് പറയാം. തൽക്കാലം ഇത് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയും കാര്യമാണ് സൈക്ലിനെ കുറിച്ച് ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത രണ്ടാമത്തെ പ്രോട്ടീന്റെ പേരാണ് സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് അഥവാ CDK എന്ന് പറഞ്ഞാൽ. അപ്പം സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസിന്റെ പ്രത്യേകത, അതും നമ്മൾ സൈക്ലിനെ പറഞ്ഞ പോലെ അതും ഒരു പ്രോട്ടീൻ ആണ്. ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ഹാവിംഗ് എ മോളിക്കുലാർ മാസ് റേഞ്ച് ഓഫ് 35 to 50 കിലോ ഡാൾട്ടൺ. 35 മുതൽ 50 കിലോ ഡാൾട്ടൺ മോളിക്കുലാർ മാസ് വരുന്ന ഒരു പ്രോട്ടീൻ ആണ് സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് എന്ന് പറഞ്ഞാൽ. ഇനി അതിന്റെ പേരിലുണ്ട്, അത് കൈനേസ് ആണ്. അതെന്താ വെച്ചാൽ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ സെറിൻ 309 കൈനേസ് ആണ്. സെറിൻ 309 കൈനേസ് ആണ്. ഓക്കെ, അതെന്താ വെച്ചാൽ മനസ്സിലാക്കുക,
മറ്റു വസ്തുക്കളുടെ സെൽ സൈക്കിൾ റെഗുലേഷനിൽ പങ്കെടുക്കുന്ന മറ്റു വസ്തുക്കളുടെ സെറീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് റെസിഡ്യൂലും അല്ലെങ്കിൽ ത്രിയോനൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് റെസിഡ്യൂലൊക്കെ ഫോസ്ഫോറിലേറ്റ് ചെയ്താണ്ട് ആ സബ്സ്ട്രേറ്റിനെ ഒന്നുകിൽ ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈമുകളാണ് ആര് സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് എന്ന് പറയുന്നത്. അപ്പൊ പേര് പറഞ്ഞ പോലെ ഫോസ്ഫോറിലേറ്റിംഗ് എൻസൈമാണ്. ഇനി ഈ മെറ്റാസോവൻസിന്റെ കേസിൽ സൈക്ലിനെ കുറിച്ച് പറഞ്ഞ പോലെ സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസുകൾ എടുത്താലും പ്രധാനമായും 4 ടൈപ്പ് ഉണ്ട്. CDK4, CDK6, CDK2 ആൻഡ് CDK1 എന്നാണ് പേരിട്ട് വിളിക്കാം. ഇനി അടുത്ത പോയിന്റ്, സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസിന്റെ പ്രത്യേകത ദേ ആർ കോൺസ്റ്റിറ്റ്യൂട്ടീവ്ലി സിന്തസൈസിങ് എൻസൈം. കാരണം അങ്ങനെ പറഞ്ഞാൽ എന്താ, അവർ ഒരു സെല്ലിന്റെ അകത്ത് എപ്പോഴും സിന്തസൈസ് ചെയ്യുന്ന അഥവാ കോൺസ്റ്റിറ്റ്യൂട്ടീവ്ലി സിന്തസൈസിങ് എൻസൈമാണ്. സെൽസിന്റെ അകത്ത് എപ്പോഴും അത് ഉണ്ടാവും, എല്ലാ ടൈപ്പും സെൽസിന്റെ അകത്ത് ഉണ്ടാവും. പക്ഷെ സൈക്ലിൻ അങ്ങനല്ല. സൈക്ലിൻ ഓരോ സെല്ലിലും ഓരോ സ്റ്റേജസിൽ സിന്തസൈസ് ചെയ്യുകയും ചെയ്യും, പിന്നീട് ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ സൈക്ലിൻ എന്തല്ല, കോൺസ്റ്റിറ്റ്യൂട്ടീവ്ലി സിന്തസൈസിങ് അല്ല. പക്ഷെ സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് കോൺസ്റ്റിറ്റ്യൂട്ടീവ്ലി സിന്തസൈസിങ് പ്രോട്ടീൻ അഥവാ എൻസൈമുകളാണ്. ഓക്കെ, പക്ഷേ ഒരു സെൽസിന്റെ അകത്ത് എപ്പോഴും ഈ 4 ടൈപ്പ് അവൈലബിൾ ആവുമെങ്കിലും ആ സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസുകൾ ഇനാക്റ്റീവ് ആണ്. സെൽസിന്റെ അകത്ത് എപ്പോഴും ഉണ്ടെങ്കിലും ആവശ്യമുള്ള സമയത്തെ അത് ആക്റ്റീവ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് സെൽസിന്റെ അകത്ത് എപ്പോഴും അവൈലബിൾ ആയ ഈ 4 ടൈപ്പ് സൈക്ലിൻ എങ്ങനെ എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. സോ അതിന്റെ ആൻസർ ആണ് ഈ സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസുകളായ CDK4, 6, 2, 1 ഒക്കെ നമ്മൾ ഇവിടെ പറഞ്ഞ ഓരോരോ ടൈപ്പ് സൈക്ലിനോടെ മാച്ച് ആവുള്ളൂ. അപ്പോ ഉദാഹരണം പറയാം, CDK1 എടുത്താൽ CDK1 എപ്പോഴും സൈക്ലിൻ ബിനോടാ ബൈൻഡ് ചെയ്യുക. അതുപോലെ CDK2 എടുത്താൽ അത് സൈക്ലിൻ ഇനോടും ബൈൻഡ് ചെയ്യും, സൈക്ലിൻ എനോടും ബൈൻഡ് ചെയ്യും. അപ്പൊ ഓരോരോ സൈക്ലിനുകളും ഓരോരോ CDKനോടാണ് ബൈൻഡ് ചെയ്യുക. അങ്ങനെ സൈക്ലിൻ എന്ന് പറയുന്ന ആദ്യത്തെ പറഞ്ഞ പ്രോട്ടീൻ ഈ സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസുകളായി ബോണ്ട് അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുന്ന സമയത്താണ് ആര് ആക്ടിവേറ്റ് ചെയ്യുക, സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ഫോസ്ഫോറിലേറ്റിംഗ് ആക്ടിവിറ്റി അഥവാ കൈനേസ് ആക്ടിവിറ്റി കാണിക്കുന്നത്. അല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് CDK നിൽക്കുമ്പോൾ അവരെന്താവൂല, അവർ ആക്റ്റീവ് അല്ല, അവർ ഇനാക്റ്റീവ് ഫോമിലാണ്. ഇനി എങ്ങനെയാണ് ഈ സൈക്ലിൻ ബൈൻഡിങ് സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസിനെ ആക്റ്റീവ് ആക്കുന്നത് നമുക്കൊരു ചെറിയൊരു പിക്ചറിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം എന്ത് ചെയ്യാം, CDK2നെ വരയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഇതാണ് CDK2ന്റെ ഒരു ഇമാജ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇമാജിനറി ഡയഗ്രം എന്ന് വിചാരിച്ചോ. CDK. അപ്പൊ ഈ CDK2 എടുത്താൽ ആ CDK2 എന്തുണ്ട് നോക്കിയേ, CDK2 ആണെന്ന് വെച്ചോ. അപ്പൊ ഈ CDK2 എടുത്താൽ ഇത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, ഇതാണ് CDK2 മാർക്ക് ചെയ്തു. അപ്പൊ ഈ CDK2ന്റെ അകത്ത് നോക്കിയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ CDK2 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്, അത് ഇനാക്റ്റീവ് ആണ് എന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഈ CDK2ന്റെ അകത്ത് ഒരു ക്ലെഫ്റ്റ് ഉണ്ട്, കണ്ടോ, ചെറിയ ആ ക്ലെഫ്റ്റിന് വിളിക്കുന്ന പേരാണ് ATP ബൈൻഡിങ് പോക്കറ്റ് ആണ്. ATP ബൈൻഡിങ് പോക്കറ്റ് ഞാൻ ഇവിടെ എഴുതാട്ടോ, ATP കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ATP ബൈൻഡിങ് പോക്കറ്റ് ഉണ്ട്, ATP ബൈൻഡിങ് പോക്കറ്റ് ഉണ്ട്. പക്ഷേ ആ ATP ബൈൻഡിങ് പോക്കറ്റിനെ ഹൈഡ് ചെയ്തിട്ട് ഇതിന്റെ മുന്നിൽ ഒരു റീജിയൻ ഉണ്ട് അല്ലെ, അതിന് വിളിക്കുന്ന പേരാണ് T ലൂപ്പ് എന്നാ വിളിക്കുക. T ലൂപ്പാണ്. ഇനി ആ T ലൂപ്പിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ആയ റീജിയൻ ഉണ്ട്. ആ റീജിയന്റെ പേരാണെന്ന് നോക്കിയിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്യാം. സ്പെസിഫിക് ആയ റീജിയൻ, ആ റീജിയനെ വിളിക്കുന്ന പേരാണ് പീസ്റ്റർ. പ്രൊലീൻ, സെറൈൻ, ത്രിയോലിൻ അങ്ങനെ പെർട്ടിക്കുലർ അമിനോ ആസിഡ് സീക്വൻസ് ചേർന്ന റീജിയൻ ആണ് പീസ്റ്റർ. ഒരു പെർട്ടിക്കുലർ പോളിപെപ്റ്റൈഡ് ചെയിന്റെ റീജിയൻ ആണ് പീസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ പീസ്റ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, അത് സൈക്ലിന്റെ ഡോക്കിംഗ് സൈറ്റ് ആണ്, സൈക്ലിനോട് ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ആണത്. സൈക്ലിന്റെ അകത്ത് ഈ പീസ്റ്ററിന് കോംപ്ലിമെന്ററി ആയ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഉണ്ടാവും. ഓക്കെ, ന്യൂക്ലിയോടൈഡ് അല്ല, പോളിപെപ്റ്റൈഡ് ചെയിൻ സീക്വൻസ് ഉണ്ടാവും. അപ്പം ഫോർ എക്സാമ്പിൾ ഇതാണ് സൈക്ലിൻ എന്ന് വെച്ചോ. സൈക്ലിൻ ഈ സൈക്ലിന് ഇതുമായി ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ആണ് കേട്ടോ. അപ്പൊ സൈക്ലിന് ആരോടെ ബൈൻഡ് ചെയ്യുക, പീസ്റ്ററുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക. അപ്പം സൈക്ലിൻ പീസ്റ്ററുമായി ബൈൻഡ് ചെയ്തെന്ന് വിചാരിച്ചോ. ഇത് ആദ്യമേ ഇനാക്റ്റീവ് ഫോമിലാണ്. അപ്പൊ സൈക്ലിൻ പീസ്റ്ററുമായി ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ T ലൂപ്പിന്റെ അകത്ത് L12 എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ഉണ്ട്. L12 ഡൊമൈൻ ഉണ്ട്. ഓക്കെ, ആ L12 ഡൊമൈനിന്റെ സ്ട്രക്ചറിൽ ഒരു കൺഫർമേഷൻ ചേഞ്ച് ഉണ്ടാവും.
ഈ ബൈൻഡിങ് കൊണ്ട്. ആ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അതിന്റെ L2 കൺഫർമേഷൻ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ടി ലൂപ്പ് സ്വിങ് ഔട്ട് ചെയ്യും. സ്വിങ് ഔട്ട് ചെയ്യും. അപ്പൊ സ്വിങ് ഔട്ട് ചെയ്യുമ്പോൾ ആ ടി ലൂപ്പിന്റെ ഓറിയന്റേഷൻ മാറിയിട്ട് ഇങ്ങനെയായി മാറും. ഇത് നേരത്തെ ടി ലൂപ്പ് ഇങ്ങനെ അല്ലായിരുന്നോ? ഇങ്ങനെ ടി ലൂപ്പിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാവും? അപ്പൊ ഓറിയന്റേഷൻ എങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ആ ATP ബൈൻഡിങ് പോക്കറ്റ് എക്സ്പോസ് ആവും. ഇതാണ് ടി ലൂപ്പ്. ഇപ്പൊ ATP ബൈൻഡിങ് പോക്കറ്റ്, ഈ ATP ബൈൻഡിങ് പോക്കറ്റ് എക്സ്പോസ് ആയി. ATP ബൈൻഡിങ് പോക്കറ്റ് എക്സ്പോസസ്. ഓക്കെ, എക്സ്പോസ് ആയി. ആ ബാരിയർ പോയി. അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് ഈ ടി ലൂപ്പിന് എന്ത് ഇനി വീണ്ടും സിങ്കിങ് ചെയ്യ പഴയ പോയ ഓറിയന്റേഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഈ സൈക്ലിംഗ് പീസ്റ്റയർ ബോണ്ടിങ് ആ കോംപ്ലക്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ CDK ആക്ടിവേറ്റിംഗ് കൈനേസ്, നമ്മൾ ഷോർട്ട് ആയിട്ട് CAK എന്ന് വിളിക്കും. ഫുൾ ഫോം എന്താ? CDK ആക്ടിവേറ്റിംഗ് കൈനേസ് എന്ത് ചെയ്യും? അപ്പൊ ഈ സൈക്ലിംഗ് പീസ്റ്റയർ കോംപ്ലക്സ് CDK ആക്ടിവേറ്റിംഗ് കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ റിക്രൂട്ട് ചെയ്യും. എങ്ങോട്ടേക്ക്? ടി ലൂപ്പിലേക്ക് റിക്രൂട്ട് ചെയ്യും. ടി ലൂപ്പിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട CDK ആക്ടിവേറ്റിംഗ് അഥവാ CAK ഈ L2 ഡൊമൈൻ, ടി ലൂപ്പിന്റെ അകത്തുള്ള L2 ഡൊമൈന്റെ L2 ഡൊമൈന്റെ ത്രിയോനൈൻ 161 എന്ന് പറയുന്ന അമിനോ ആസിഡിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ ടി ലൂപ്പ് ഈ സ്വിങ് ഔട്ട് പൊസിഷനിൽ സ്റ്റേബിൾ ആവും. ടി ലൂപ്പിനെ സ്റ്റേബിൾ ആക്കുന്ന ഒരു ഫോസ്ഫോറിലേഷൻ ആണ് CAK. ഓക്കെ, അങ്ങനെ സ്റ്റേബിൾ ആവുമ്പോൾ എന്താവും? ഈ ATP ബൈൻഡിങ് പോക്കറ്റ് മോർ ഓപ്പൺ ഫോർ ATP. It will open wider. It shows wide opening. അത് വൈഡ് ഓപ്പണിംഗ് കാണിക്കും. സോ ദാറ്റ് ATP can easily bind. അവിടെ ATP ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? ഇതാണ് ഇപ്പൊ ആക്റ്റീവായ CDK എന്ന് പറഞ്ഞാൽ. ആ ആക്റ്റീവായ CDK എന്ത് ഫോമുല ഉണ്ടാവുക? ത്രിയോനൈൽ ഫോസ്ഫോറിലേറ്റ് എന്നത് ഫോസ്ഫോറിലേറ്റഡ് ഫോമുലായ ആക്റ്റീവായ CDK ഇതാണ്. ഇനി ഈ CDK എന്ത് ചെയ്യുക? ഇതിന്റെ ATP ബൈൻഡിങ് പോക്കറ്റിൽ ATP ഉള്ളതുകൊണ്ട് ആ ATPയിലെ തേർഡ് ഫോസ്ഫേറ്റ് ഉപയോഗിച്ചാണ്ട് സെൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്ന മറ്റു പ്രോട്ടീനുകളെയും സബ്സ്ട്രേറ്റുകളൊക്കെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ്. സോ സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് സൈക്ലിനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ സൈക്ലിൻ CDK കോംപ്ലക്സുകൾ ഉണ്ടാവും. ആ കോംപ്ലക്സുകളാണ് എന്ത് ചെയ്യുന്നത്? സെൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞാൽ, ഇനി ഈ G1 ഫേസിൽ കാണുന്ന സൈക്ലിൻ CDK കോംപ്ലക്സ് ഏതാച്ചാൽ മനസ്സിലാക്കാം. G1 ഫേസിൽ കാണുന്ന സൈക്ലിൻ CDK കോംപ്ലക്സുകളാണ് സൈക്ലിൻ 4/6 എന്നാ പറയാ, സൈക്ലിൻ D CDK 4/6. CDK 4ഉം 6ഉം സൈക്ലിനും ആ കോംപ്ലക്സുകളാണ് G1 ഫേസിൽ കാണാം. എന്നാൽ S ഫേസിൽ കാണുന്നത് നോക്കണേ. ഇനി G1 ഫേസ് കഴിഞ്ഞാൽ G1ന്റെയും എസിന്റെ ട്രാൻസിഷൻ പോയിന്റ് നമ്മൾ ഇങ്ങനെ പറയാം, G1 S ട്രാൻസിഷൻ പോയിന്റ് എന്നാ പറയാം. അവിടെ കാണുന്നതാണ് എന്ത്? സൈക്ലിൻ E ആണ് കാണാം. സൈക്ലിൻ E ഉണ്ടാവും. ഓക്കെ, ഡീനെ പോലെ സൈക്ലിൻ E ഉണ്ടാവും. അതുപോലെ തന്നെ CDK2 ഉണ്ടാവും. ആ കോംപ്ലക്സ് ആ കാണാം. എന്നാൽ S ഫേസിൽ കാണുന്നതാണ് സൈക്ലിൻ B കാണും. അതുപോലെ തന്നെ CDK സൈക്ലിൻ നമ്മൾ പറഞ്ഞ സൈക്ലിൻ A ആണ് കാണാം. സൈക്ലിൻ Aയും ഉണ്ടാവും, CDK2 ഉണ്ടാവും. അപ്പൊ ഈ കേസിലും CDK2 ആണ്, ഇവിടെയും CDK2 ആണ്. പക്ഷെ സൈക്ലിൻ ആണ് ഇവിടെ സൈക്ലിൻ E ആണ്, ഇവിടെ സൈക്ലിൻ A ആണ്. എന്നാൽ M ഫേസ് എത്തിക്കഴിഞ്ഞാൽ G2 ഫേസിൽ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുക. M ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണെന്ത്? സൈക്ലിൻ B ഉണ്ടാവും, CDK1 ഉണ്ടാവും. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട സൈക്ലിൻ CDK കോംപ്ലക്സുകൾ. എന്നാൽ ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാക്കാം, കോൺസെൻട്രേഷൻ, അതായത് G1 ഫേസിൽ സൈക്ലിൻ ഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഉണ്ടാവുന്ന, പക്ഷെ G1 ഫേസിൽ ആരും ഉണ്ട്? സൈക്ലിൻ E ഉണ്ട്, സൈക്ലിൻ Aയും ഉണ്ട്, സൈക്ലിൻ B ഒക്കെ ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി കോൺസെൻട്രേഷൻ വളരെ കുറവാണ് എന്നേ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ ഓരോരോ S ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? സൈക്ലിൻ A ഉണ്ട്. പക്ഷെ സൈക്ലിൻ A എന്ന് മാത്രമല്ല, സൈക്ലിൻ Eന്റെ കോൺസെൻട്രേഷനും ഉണ്ട് കുറച്ച്. പക്ഷെ കമ്പാരിറ്റീവ്ലി ആരാ കൂടുതൽ? സൈക്ലിൻ A. അതുകൊണ്ടാണ് ഓരോരോ ഫേസിലും ഓരോ സൈക്ലിൻ യുണീക്ക് ആണ്. അപ്പം ആ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സൈക്ലിൻ മാത്രമേ ആ ഫേസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളൂ. ബാക്കി വളരെ കുറഞ്ഞ അളവിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സെൽ സൈക്കിളിന്റെ ഓരോരോ ഫേസസിൽ എങ്ങനെയാണ് ഈ സൈക്ലിൻ CDK കോംപ്ലക്സുകൾ ഉണ്ടാകുന്നത് എന്നും അവരെങ്ങനെയാണ് സെൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നതും കൂടിയാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു സെൽ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നാണ്.
അപ്പം അതിന് വേണ്ടത് ഒരു പ്രധാനമായും ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്. ആ എക്സ്റ്റേണൽ സ്റ്റിമുലസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ മൈറ്റേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, സെൽസിന് അവൈലബിൾ ആയ ഗ്രോത്ത് ഫാക്ടറിന്റെ പേരാണ് ഒന്ന് TGF, ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ, TGF ആൽഫ, TGF ബീറ്റ, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ. ഇതൊക്കെ വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ. അതുപോലെ തന്നെ പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ ഓക്സിനായ ഇൻഡോൾ 3 അസെറ്റിക് ആസിഡ്, സൈറ്റോകൈനായ സിയാറ്റിൻ, ഇതൊക്കെ ഗ്രോത്ത് ഫാക്ടർ അതിൽ മൈറ്റേറ്റൻസ് ആണ്. സോ ഇങ്ങനെയുള്ള ഗ്രോത്ത് ഫാക്ടറിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് സെൽ മെമ്പറിയിൽ വേറെ ഉണ്ടാവും. ഉദാഹരണം, ഒരു റിസപ്റ്ററിന് എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ, അതുപോലെ തന്നെ ടൈറോസിൻ കൈനേസ് റിസപ്റ്റേഴ്സ്, ഇതൊക്കെ സെൽ മെമ്പറിന്റെ മേലുള്ള ഈ ഗ്രോത്ത് ഫാക്ടർ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ്. അപ്പം ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആദ്യം തന്നെ റിസപ്റ്ററിൽ ഒന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ സെൽസിന്റെ അകത്ത് പലതരത്തിലുള്ള സിഗ്നലിംഗ് കാസ്കേഡ് സിസ്റ്റം ഓൺ ആവും. ഉദാഹരണം, ഒരു സിഗ്നലിംഗ് കാസ്കേഡിന്റെ പേരാണ് ജാക്സ്റ്റാറ്റ് പാത്വേ, കേട്ടിട്ടുണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ പേരാണ് ടൈറോസിൻ കൈനേസ് പാത്വേ, അതുപോലെ മാപ്പ് കൈനേസ് പാത്വേ. ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള സിഗ്നലിംഗ് സിസ്റ്റങ്ങൾ ഓണാവും. ഈ പറയുന്നതൊക്കെ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിഗ്നലിംഗ് സിസ്റ്റം ആണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇത് പഠിച്ചു കളയാം. ഇപ്പൊ നമ്മൾ സെൽ സൈക്കിൾ റെഗുലേഷൻ പറയുന്നത് കൊണ്ട് കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഓൺ ചെയ്യുന്ന, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഈ സിഗ്നലിംഗ് സിസ്റ്റത്തിന്റെ അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് ആണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. ഓക്കെ, എങ്ങനെ ഉണ്ടാവുന്ന അൾട്ടിമേറ്റ് പ്രോഡക്റ്റ്, ഈ സിഗ്നലിംഗ് സിസ്റ്റത്തിന്റെ അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് സെൽസിന്റെ അകത്തുള്ള പ്രോട്ടോ ഓൺകോജീൻസ് എന്ന് പറയുന്ന പ്രോട്ടോ ഓൺകോജീൻസ് എന്ന് പറയുന്ന ജീൻസിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യും. അറിയാത്തവർക്ക് വേണ്ടി പറയാം, പ്രോട്ടോ ഓൺകോജീൻസ് എന്ന് പറഞ്ഞാൽ സെൽ സൈക്കിളിനെ പോസിറ്റീവായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ജീനാണ്. അതായത് സെൽ സൈക്കിളിൽ സെൽ ഡിവിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ജീനാണ്, പോസിറ്റീവ് റെഗുലേറ്റർ ആണ്. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയ ജീനും സെൽസിന്റെ അകത്തുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ട്യൂമർ സപ്രസർ ജീനുകൾ എന്നും വിളിക്കും. ട്യൂമർ സപ്രസർ ജീൻ അത് സെൽ സൈക്കിളിനെ നെഗറ്റീവായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ജീനുകളാണ്. എക്സാമ്പിൾ, റെറ്റിനോബ്ലാസ്റ്റോമ ജീനുകളുണ്ട്, P53 എന്ന് പറയുന്ന ജീനുകളുണ്ട്. ഇതൊക്കെ ട്യൂമർ സപ്രസർ ജീനുകളാണ്. എന്നാൽ ഇവിടെ പ്രോട്ടോ ഓൺകോജീൻസ് എന്നറിയാണ്ട് നമുക്ക് പിന്നീട് പറയാം, അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രോട്ടോ ഓൺകോജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും ഈ ടൈറോസിൻ കൈനേസും ജാക്സ്റ്റാറ്റും, അതിന്റെ ഒക്കെ റിസൾട്ട് ആയിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ്. അങ്ങനെ ഈ പ്രോട്ടോ ഓൺകോജീൻസ് ആക്ടിവേറ്റ് ആകുമ്പോൾ അവര് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടത്തിയിട്ട് പുതിയ പ്രോട്ടീനുകൾ ഉണ്ടാവും. പ്രോട്ടീൻ ബാർ എൻസൈം, പ്രോട്ടീനുകളാകാം എൻസൈമുകളാകാം, അതുണ്ടാവും. ഇനി ഈ പ്രോട്ടീനുകളും എൻസൈമുകളും എന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് ആക്ട് ആസ് എ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഓഫ് സൈക്ലിൻ ഡി ജീൻ. ഓ, ഇതാണ് സൈക്ലിൻ ഡി എന്ന് പറയുന്ന ജീൻ. അങ്ങനെ സൈക്ലിൻ ഡി ജീനുകൾ ആക്ടിവേറ്റ് ആവുമ്പോൾ സൈക്ലിൻ ഡി ഉണ്ടാവും സെൽസിന്റെ അകത്ത്. ഈ സൈക്ലിൻ ഡിനെയാണ് നമ്മൾ G1 സൈക്ലിൻ എന്ന് പറയുന്നത്. സെല്ലിനെ G1 ഫേസിലൂടെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്ന സൈക്ലിനാണ് സൈക്ലിൻ ഡി എന്ന് പറയുന്നത്. അതേപോലെ സെൽസിന്റെ അകത്ത് എന്തുണ്ടാവും? CDK ജീനുകൾ ഉണ്ടാവും. CDK ജീൻ സൈക്ലിൻ ഡിപെൻഡന്റ് കൈനേസ് എന്ന് പറയുന്ന ജീനാണ്. അത് സെൽസിന്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രസ് ചെയ്യുന്ന ജീനുകളാണ്. അതാണ് CDK4ഉം CDK6ഉം CDK2ഉം CDK1 ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സൈക്ലിൻ ഡിയും CDK4ഉം അല്ലെങ്കിൽ CDK6ഉം കമ്പൈൻ ചെയ്യുമ്പോൾ സൈക്ലിൻ ഡി CDK4 കോംപ്ലക്സ് ഉണ്ടാവും. അതുപോലെ സൈക്ലിൻ ഡി CDK6 കോംപ്ലക്സുകൾ ഉണ്ടാവും. ഈ കോംപ്ലക്സുകൾ ഉണ്ടാകാൻ കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ മെക്കാനിസം അഥവാ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. അങ്ങനെയുള്ള സൈക്ലിൻ ഡി CDK4-6 കോംപ്ലക്സുകൾ എന്താ ചെയ്യുക? അപ്പൊ G1 ഫേസിലാണ് സെല്ല് നിൽക്കുന്നത്. ആ കോംപ്ലക്സുകൾ G1 ഫേസിൽ നിൽക്കുന്ന സെല്ലിന്റെ അകത്ത് സൈക്ലിൻ ഇ എന്ന് പറയുന്ന G1-ൽ നിന്ന് എസിലേക്ക് ട്രാൻസിഷൻ ഹെൽപ്പ് ചെയ്യുന്ന സൈക്ലിൻ ആണ് സൈക്ലിൻ ഇ എന്ന് പറയുന്നത്. എന്നാൽ സൈക്ലിൻ എ എന്ന് പറഞ്ഞാൽ S5 സൈക്ലിൻ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ജീനിന് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഉണ്ട്, ഒരു ജീനിന് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടറിനെ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ഞാൻ ഇവിടെ പറഞ്ഞ ട്യൂമർ സപ്രസർ പ്രോട്ടീനുകൾ ഇനാക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ G1 ഫേസിൽ സൈക്ലിൻ ഇയോ ഒന്നും ഉണ്ടാവുന്നില്ല. ആ സമയത്ത് G1 ഫേസിൽ സിന്തസൈസ് സൈക്ലിൻ ഡി CDK4-6 എന്താ ചെയ്യുക? ഈ റെറ്റിനോബ്ലാസ്റ്റോമ പ്രോട്ടീനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യും.
ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ റെറ്റിനോബ്ലാസ്റ്റോമ പ്രോട്ടീന്റെ ഇൻഹിബിഷൻ E2F ഇൻഹിബിഷൻ റിലീസ് ആവും. RB ഇവിടുന്ന് റിലീസ് ആവും. ഓക്കെ, RB ഇനാക്റ്റീവ് ആവും. അപ്പൊ ആക്റ്റീവ് ആയി മാറുന്ന E2F എന്തെയും സൈക്ലിൻ ഇനെയും സൈക്ലിൻ എന്റെ മെസ്സഞ്ചർ ആർനെ ഉണ്ടാക്കി പിന്നെ സൈക്ലിൻ EA പ്രോട്ടീനുകളൊക്കെ ഫോം ചെയ്യും. അങ്ങനെയുള്ള സൈക്ലിൻ EA പ്രോട്ടീനുകൾ CDK2 കമ്പൈൻ ചെയ്യും. സൈക്ലിൻ A CDK2 കമ്പൈൻ ചെയ്യുമ്പോഴാണ് G1S സൈക്ലിൻ ആയി മാറുന്നത് സൈക്ലിൻ E. സൈക്ലിൻ A CDK2 കമ്പയർ ചെയ്യുമ്പോഴാണ് S5 സൈക്ലിൻ CDK കോംപ്ലക്സുകളാകുന്നത്. അപ്പൊ അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള സൈക്ലിൻ E CDK കോംപ്ലക്സുകളും സൈക്ലിൻ A CDK കോംപ്ലക്സുകളും ഇതിന്റെ കൂടെ ചേർന്നിട്ട് RBനെ കൂടുതൽ കൂടുതൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അങ്ങനെ കൂടുതൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ എമൗണ്ടിൽ സൈക്ലിൻ ഇയും സൈക്ലിൻ എ ഒക്കെ സെൽസിന്റെ അകത്ത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതേ സമയത്ത് ഇതേ സൈക്ലിൻ ഡി CDK4/6 കോംപ്ലക്സുകൾ എന്ത് ചെയ്യും? മൈറ്റോട്ടിക് സൈക്ലിൻ ആയ സൈക്ലിൻ ബിന്റെ സിന്തസിസും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം സൈക്ലിൻ ബി എടുത്താൽ സൈക്ലിൻ ബിന്റെയും ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആരെന്നെയാണ്? E2F തന്നെയാണ്. ആ E2F ഇൻഹിബിറ്റ് ചെയ്ത ആരെന്നെയാണ്? RB ആണ്. അപ്പൊ സെയിം സൈക്ലിൻ ഡി CDK4/6 സൈക്ലിൻ ബിന്റെ RBനെയും ഫോസ്ഫോറിലേറ്റ് സൈക്ലിൻ ബിന്റെ സിന്തസിസ് നടത്താൻ കഴിയുന്നുണ്ട് G1 ഫേസിൽ. അതുകൊണ്ട് G1 ഫേസിൽ സൈക്ലിൻ ബി, സൈക്ലിൻ ഇ, സൈക്ലിൻ എ പ്ലസ് ഈ സൈക്ലിൻ ഡിയും ഇവരെല്ലാവരും ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? RBനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് E2F ഫ്രീ ആക്കുന്നത്. അങ്ങനെ G1 ഫേസിൽ സൈക്ലിൻ ഇയും G1 ഫേസിൽ സൈക്ലിൻ ഇ, സൈക്ലിൻ എ, സൈക്ലിൻ ബി എല്ലാം ഉണ്ടാവുന്നുണ്ട്. മൈറ്റോസൈറ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കോൺസെൻട്രേഷൻ ആർക്കാ കൂടുതൽ? സൈക്ലിൻ ഡിന്റെ കോൺസെൻട്രേഷൻ ആണ് ഗ്രോത്ത് ഫാക്ടേഴ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ട് കൂടുതൽ. ഇനി ഈസ്റ്റ് അഥവാ നമ്മൾ ഈ പറഞ്ഞ കേസൊക്കെ മെറ്റാസോവൻസ് അഥവാ പ്രൈമേറ്റും കോഡേറ്റും നോൺ കോഡേറ്റും മാമൽസ് എല്ലാം അടങ്ങിയ കാറ്റഗറി ആയ മെറ്റാസോവൻസിന്റെ കേസാണ്. ഇനി ഈസ്റ്റ് അഥവാ സെക്കാരോമൈസിസ്, സിറിവൈസ്, ഷൈസോസെക്കാരോമൈസിസ്, സെക്കാരോമൈസിസ്, ബോംബെ ഇങ്ങനത്തെ ഈസ്റ്റിന്റെ സ്പീഷീസുകൾ എടുത്താൽ അത് നോൺ മെറ്റാസോവൻസ് ആണ്. ആ സ്പീഷീസുകൾ എടുത്താൽ അവിടെയും ഇതേ മെക്കാനിസം തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അവിടെ സൈക്ലിന്റെ പേരുകൾക്കൊക്കെ വ്യത്യാസം. അവിടെ സൈക്ലിൻ ഇക്ക് പകരം കാണുന്നത് CLN1 എന്ന് പറയുന്ന പ്രോട്ടീനാണ്, ജീനാണ്. അതേപോലെ തന്നെ സൈക്ലിൻ എക്ക് പകരം CLN2 ആണ് ഉണ്ടാവുക. അതേപോലെ E2Fന് പകരം SDF എന്ന് പറയുന്ന പ്രോട്ടീനാണ്. എന്നാൽ RBക്ക് പകരം Y5 എന്ന് പറയുന്ന പ്രോട്ടീനുകളാണ്. ഓക്കെ, അതേപോലെ സൈക്ലിൻ ഡിക്ക് പകരം അവിടെ ഉണ്ടാവുക CLN3 എന്നാണ്ടാവുക. എന്നാൽ ഈസ്റ്റിന്റെ പ്രത്യേകത അവിടെ സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് അഥവാ CDK മെറ്റാസോൺസിനെ പോലെ പല തരത്തിലുള്ള CDK4/6/2/1 ഒന്നുമില്ല. അവിടെ ആകെ ഒരു തരത്തിലുള്ള CDK ഉള്ളൂ. അതിന്റെ പേര് CDC28 എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ RB അല്ല ഉണ്ടാവുക, ഇവിടെ എന്താ ഉണ്ടാവുക? Y5 ഉണ്ടാവുക. ഇവിടെ Y5 എന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ ട്യൂമർ സപ്രസർ ജീൻ. ഓക്കെ, Y5 ആണ് ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി Y5ന്റെ ഫുൾ ഫോം എന്താ വെച്ചാൽ മനസ്സിലാക്കാം. വിത്ത്ഡ്രോവൽ ഫ്രം സെൽ സൈക്കിൾ എന്നാണ്. വിത്ത്ഡ്രോവൽ ഫ്രം സെൽസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. വിത്ത്ഡ്രോവൽ ഫ്രം സെൽ സൈക്കിൾ. സെൽ സൈക്കിളിൽ നിന്ന് സെല്ലിനെ വിത്ഡ്രോ ചെയ്യാൻ സഹായിക്കുന്ന ട്യൂമർ സപ്രസർ ജീനാണ്. SBFന്റെ ഫുൾ ഫോം എന്താ വെച്ചാൽ മനസ്സിലാക്കാം. SWI4, SWI6 ബൈൻഡിംഗ് ഫാക്ടർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ബൈൻഡിംഗ് ഫാക്ടർ അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ മനസ്സിലാക്കാം. G1 സൈക്ലിൻ ആയ CLN3 CDK ആയ CDC28ന്റെ കോംപ്ലക്സ് ഉണ്ടാക്കിയാണ്ട് ഗ്രോത്ത് ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസിൽ കോംപ്ലക്സ് ഉണ്ടാക്കിയാണ്ട് വൈഫൈന് ഫോസ്ഫോറിലേറ്റ് ചെയ്യും. വൈഫൈ ഫ്രീ ആകുമ്പോൾ CLN1ഉം CLN2 ഉണ്ടാവും. അങ്ങനെ CLN1ഉം CLN2 ഉണ്ടാവും. ഇവിടെ CLN1 CLN2 ഉണ്ടാവും. ആ CLN1 CLN2 ഇവിടെ CLN1 ആണ് G1 S ഫേസ് ട്രാൻസിഷൻ സൈക്ലിന്, CLN2 എന്ന് പറഞ്ഞാൽ S ഫേസ് സൈക്ലിൻ ആണ്. അങ്ങനെ ഉള്ളവര് CDC28 ആണ് ഇവിടുത്തെ എല്ലാ CDKയും CDC28 അതുമായി കമ്പൈൻ ചെയ്തിട്ട് S ഫേസിലേക്ക് ആവശ്യമുള്ള ഈസ്റ്റിന്റെ ബഡ് ഫോർമേഷൻ, ബഡിങ്ങിന് സഹായിക്കും. DNA റിപ്ലിക്കേഷനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രോസോമിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയും സെയിം മെക്കാനിസം തന്നെയാണ്. ഈ CLN1ഉം CLN2 ഒക്കെ CDC28മായി കമ്പൈൻ ചെയ്തിട്ട് CLN3 CDC28നെ പോലെ വൈഫൈനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് ഈ CLN1ന്റെ CLN2 സിന്തസിസും സ്പീഡ് ആക്കുന്നുണ്ട്. സോ ഇതാണ് G1 ഫേസിൽ നടക്കുന്നത്. അപ്പോൾ സമ്മറി പറയുകയാണെങ്കിൽ G1 ഫേസിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്തുണ്ടാകുന്ന G1 സൈക്ലിൻ CDK കോംപ്ലക്സുകൾ
G1S ട്രാൻസിഷന് വേണ്ടതും എസ് ഫേസിന് വേണ്ടതും മൈറ്റോസിസിന് വേണ്ടതുമായ സൈക്ലിൻ CDK കോംപ്ലക്സുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അവരെല്ലാം ആക്റ്റീവ് ഫോമിൽ നിൽക്കുന്നില്ല. പല മെക്കാനിസം വഴി അവരെ താൽക്കാലികമായിട്ട് എന്താണ് ഇനാക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം അപ്പോൾ മാത്രമേ സെല്ലിന് G1 ഫേസിൽ പ്രോപ്പറായി ഗ്രോത്ത് കാണിക്കാനുള്ള ടൈമിങ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഈ കോംപ്ലക്സുകളൊക്കെ പല രീതിയിൽ ഇനാക്റ്റീവായി വെച്ചിട്ടാണുള്ളത്. ഇനി ഒരു സെല്ല് G1 ഫേസിന്റെ എൻഡിലെത്തുമ്പോൾ അഥവാ G1 ഫേസിന്റെ എൻഡിലുള്ള ഒരു ചെക്ക് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് G1S ചെക്ക് പോയിന്റ്. G1S ചെക്ക് പോയിന്റ് എന്നാ പറയാം. ആ ചെക്ക് പോയിന്റ് നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് റെസ്ട്രിക്ഷൻ സൈറ്റ് എന്നാണ് മെറ്റാസോവൻസിൽ വിളിക്കുക. എന്നാൽ ഈസ്റ്റിലാണെങ്കിൽ സ്റ്റാർട്ട് സൈറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് പോയിന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അവിടെ എത്തുമ്പോഴാണ് സെല്ല് നെക്സ്റ്റ് സൈക്ലിനായ G1 സൈക്ലിൻ കഴിഞ്ഞിട്ട് G1S ചെക്ക് പോയിന്റ് സൈക്ലിൻസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഫർദർ പ്രോസസ് DNA റിപ്ലിക്കേഷൻ ഒക്കെ നടക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് ഗ്രോത്ത് ഫാക്ടർ എങ്ങനെയാണ് സൈക്ലിൻ ഡിന്റെ സിന്തസിസ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നും ആ സൈക്ലിൻ ഡി CDK4/6 കമ്പൈൻ ചെയ്ത് സൈക്ലിൻ CDK കോംപ്ലക്സ് ആവുകയും G1S ട്രാൻസിഷൻ സൈക്ലിനായ സൈക്ലിൻ ഇ, എസ് ഫേസ് സൈക്ലിനായ സൈക്ലിൻ എ, മൈറ്റോട്ടിക് സൈക്ലിനായ സൈക്ലിൻ പിന്നെ സിന്തസിസ് ഒക്കെ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞേ. ഇനി നമ്മൾ പറയണത് G1 ഫേസിൽ നിൽക്കുന്ന സെല്ലില് G1S ട്രാൻസിഷൻ സൈക്ലിന് എസ് ഫേസ് മൈറ്റോട്ടിക് സൈക്ലിന് എല്ലാം ഉണ്ട്. പക്ഷെ സെല്ലിന് എന്ത് ചെയ്യണം? G1 ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മതി എങ്ങോട്ടേക്ക് പോവാൻ, എസ് ഫേസിലേക്ക് പോവാൻ. അപ്പം സെല്ലിന് സഫീഷ്യന്റ് ആയ ടൈം കിട്ടണം. എന്ത്? G1 ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അത് എങ്ങനെയാണെന്നാ നോക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരു സെൽ ഡിവിഷൻ, ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഡിവിഷൻ നടന്ന് ലേറ്റ് അനാഫേസ് എത്തുമ്പോൾ, അപ്പൊ ലേറ്റ് അനാഫേസ് മുതൽ നെക്സ്റ്റ് G1 ഫേസ്, ഒരു സെൽ സൈക്കിളിന്റെ മൈറ്റോട്ടിക് ഫേസിന്റെ അവസാനമായ ലേറ്റ് അനാഫേസ് മുതൽ നെക്സ്റ്റ് സെൽ സൈക്കിളിന്റെ G1 ഫേസ് വരെ സെൽസിന്റെ അകത്ത് എപ്പോഴും ആക്റ്റീവ് ഫോമിൽ നിൽക്കുന്ന ഒരു പ്രോട്ടീനാണ് APC, അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ്. ബാർ സി എന്ന് പറഞ്ഞാൽ സൈക്ലോസോം എന്നാണ്. അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ സൈക്ലോസോം എന്ന് വിളിക്കുന്നത്. ആ സൈക്ലോസോമിന് ആക്റ്റീവ് ഫോമിൽ നിർത്തുന്ന പ്രോട്ടീനാണ് CDH1. അപ്പൊ ലേറ്റ് അനാഫേസ് നമ്മൾ മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്ത ലേറ്റ് അനാഫേസ് മുതൽ G1 ഫേസ് വരെ ത്രൂ ഔട്ട് ആയിട്ട്, G1 ഫേസ് വരെ ത്രൂ ഔട്ട് ആയിട്ട് ആക്റ്റീവ് ഫോമിൽ നിൽക്കുന്ന ഒരു കോംപ്ലക്സ് ആണ് APC ഇൻ CDH1 ഫോം. ആക്റ്റീവ് ഫോം ആണത്. അപ്പോഴാണ് അത് ആക്റ്റീവ്. അങ്ങനെ ആക്റ്റീവ് ഫോമിലുള്ള ഈ APC CDH1 G1 അനാഫേസിന്റെ എൻഡ് മുതൽ നെക്സ്റ്റ് G1 ഫേസ് വരെ നമ്മുടെ സെല്ലിന് G1 ഫേസിൽ ഉണ്ടാവും, G1 ഫേസ് വരെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ G1 ഫേസിൽ ഇവിടെ സൈക്ലിൻ എസ് ഫേസ് സൈക്ലിനായ സൈക്ലിൻ എയും എം ഫേസ് സൈക്ലിനായ മൈറ്റോട്ടിക് സൈക്ലിൻ ബി ഉണ്ടെങ്കിലും പ്രശ്നമില്ല. അവരെന്ത് ചെയ്യും? ഈ APC CDH1 അതിനെ യുബിക്യുറ്റിൻ അതിന്റെ മേലേക്ക് യുബിക്യുറ്റിൻ ടാഗ് കൊടുത്തിട്ട് പ്രോട്ടിയോസോം വഴി ഡീഗ്രേഡ് ചെയ്ത് കളയും. അതുകൊണ്ട് സെൽസിന്റെ അകത്ത് G1 ഫേസിൽ ഇത് ഉണ്ടായാലും കുഴപ്പമില്ല. ഇത് കണ്ടിന്യൂസ് ആയി സിന്തസൈസ് ചെയ്യണമെങ്കിൽ സിന്തസൈസ് ചെയ്യുന്നതിനനുസരിച്ച് APC CDH1 അതിനെ ഡീഗ്രേഡ് ചെയ്ത് കളയും. അതാണ് ഞാൻ അവിടെ കാണിച്ചത്. ഓക്കെ, എന്നാൽ സെൽ ഗ്രോത്ത് കാണിച്ചിട്ട് അങ്ങനെ G1 ഫേസ് കംപ്ലീറ്റ് ആകാനാകുമ്പോൾ അഥവാ G1S ട്രാൻസിഷൻ പോയിന്റ്, മെറ്റാസോവൻസിലാണെങ്കിൽ റെസ്ട്രിക്ഷൻ പോയിന്റ് എന്ന് പറയും, ഈസ്റ്റിലാണെങ്കിൽ സ്റ്റാർട്ട് സൈറ്റ് എന്ന് പറയും, റെസ്ട്രിക്ഷൻ സ്റ്റാർട്ട് സൈറ്റ് എന്നൊക്കെ പറയും. ആ റീജിയൻ എത്തുന്ന സമയത്ത് സെല്ലിന്റെ G1S ട്രാൻസിഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈക്ലിനാണ് G1S സൈക്ലിൻ CDK. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഈ CDHനെ പതിയെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കളയും. CDHനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കളയുമ്പോൾ CDH ഈ APC അതാ അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് ഡിറ്റാച്ച് ചെയ്യും. ഈ പിക്ചറിൽ കാണാം. അപ്പൊ ഇവിടെ APC മാത്രമാകുമ്പോൾ അത് ഇനാക്റ്റീവായി. അപ്പൊ ഇനാക്റ്റീവ് ഫോമിലുള്ള APCക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ എസിനെയും മൈറ്റോട്ടിക് സൈക്ലിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല? യുബിക്യുറ്റിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പിന്നീട് ഉണ്ടാവുന്ന എസും മൈറ്റോട്ടിക് സൈക്ലിനൊക്കെ ഫ്രീ ആവും. ഓക്കെ,
അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഈ രണ്ടെണ്ണത്തിൽ എസ് സൈക്ലിനാണ് എന്ത് ചെയ്യുന്നത്, സെല്ലിനെ എസ് ഫേസിലേക്ക് എൻ്റർ ചെയ്യാൻ സഹായിക്കുന്നതും പിന്നീട് ഡി എൻ എ റിപ്ലിക്കേഷനോ സെൻട്രോസോമൽ ഡ്യൂപ്ലിക്കേഷൻ ഹിസ്റ്റോൺ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ സഹായിക്കുന്നത്. അപ്പൊ G1S സൈക്ലിൻ CD G1 ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ആ C1 സൈക്ലിൻ CDK കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നിട്ട് APCനെ CDH1നെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ടാണ് ഈ രണ്ട് സൈക്ലിന്റെയും സിന്തസിസ് നോർമൽ ആക്കുന്നത്, അതിനെ ആക്റ്റീവ് ഫോമിലാക്കി മാറ്റുന്നത്, യുബിക്യൂട്ടിനേറ്റ്സ് ചെയ്യാതെ ആക്റ്റീവായി സെല്ലിനകത്ത് നിർത്തുന്നത്. അപ്പോഴാണ് സെല്ല് G1 S പോണേ. അതാണ് അവിടുത്തെ മെക്കാനിസം. ഇനി പഠിക്കേണ്ട കാര്യം, അങ്ങനെ ഫോം ചെയ്യുന്ന എസും മൈറ്റോട്ടിക് സൈക്ലിൻ എന്ത് ചെയ്യും, അതും ഈ G1S സൈക്ലിൻ CDK പോലെ ഇവരും എന്ത് ചെയ്യും, CDHനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ CDH സെല്ലിന്റെ അകത്തുള്ള CDHകളൊക്കെ എന്ത് ചെയ്യും, ഈ APCനെ വേഗം ഡിറ്റാച്ച് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എസും മൈറ്റോട്ടിക് സൈക്ലിനെയും ആക്റ്റീവ് ആക്കി നിൽക്കാൻ ഹെൽപ്പ് ആവും ആ പ്രോസസ്സ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രോട്ടീനാണ് SIC1 എന്ന് പറയുന്ന ഇൻഹിബിറ്ററി പ്രോട്ടീൻ. അതും G1 ഫേസിൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് SIC1. ഈ SIC1ന് പ്രത്യേകം എന്താ വെച്ചാൽ മനസ്സിലാക്കാം, SIC1 എസ് ഫേസിനെയും എം ഫേസ് സൈക്ലിൻ CDKനെയും ഇൻഹിബിറ്റ് ചെയ്ത് കളയും. അപ്പൊ മേലെ പറഞ്ഞ കാര്യമാണെങ്കിലും താഴെ പറയുന്ന കാര്യമാണെങ്കിലും ഇത് രണ്ടും ഒരു സെല്ലിന് G1 ഫേസിൽ കൂടുതൽ ടൈം കൊടുക്കാൻ വേണ്ടി സെൽസിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്ത മെക്കാനിസം ആണ്. അപ്പൊ എസ് ഫേസും എം ഫേസ് സൈക്ലിൻ CDK കോംപ്ലക്സുകളെ SIC1 പ്രോട്ടീനും ഇതേപോലെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. ഓക്കെ, അതുകൊണ്ട് ആ സെല്ലിന് സഫീഷ്യന്റ് ആയി G1 ഫേസിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനെയും G1S ട്രാൻസിഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന CDKകൾ തന്നെയാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് എന്തായി മാറ്റുന്നത്, ആക്റ്റീവ് ഫോമിലാക്കുന്നത്. അപ്പൊ ഈ രണ്ട് മെക്കാനിസം ആണ് ഒരു സെല്ലിന് G1 ഫേസിൽ പ്രോപ്പർ ടൈം കൊടുത്തിട്ട് ആ സെല്ലിന് G1 ഫേസിന്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാനും അതിനുശേഷം G1S സൈക്ലിൻ CDK കോംപ്ലക്സുകളെ വെച്ചുകൊണ്ട് ഈ ഇനാക്ടിവേഷൻ ഓഫ് CDH1ഉം SIC1ന്റെയും റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫേസിലേക്ക് എസ് ഫേസിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മെക്കാനിസം ഇതാണ്. ഇനി രണ്ടാമത്തെ കേസ് SIC1 പ്രോട്ടീൻ എടുത്താൽ SIC1 പ്രോട്ടീന്റെ 6 സൈറ്റിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യണം G1S CDK. അപ്പോഴേ അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറുള്ളൂ, എസ് ഫേസ് സൈക്ലിന് മേലേന്ന് സെപ്പറേറ്റ് ആവുള്ളൂ. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ SIC1 എന്ന് പറയുന്ന പ്രോട്ടീൻ എസ് ഫേസിന്റെ മൈറ്റോട്ടിക് സൈക്ലിന്റെ മേലെ സെപ്പറേറ്റ് ആവുള്ളൂ. അപ്പോ ഒരു സെല്ലിന്റെ അകത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു സെല്ലിന്റെ അകത്ത് ഒരു സെല്ലിന്റെ അകത്ത് നോക്കിയാട്ടെ, ഇതാണ് G1S ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വിചാരിച്ചോ. അപ്പൊ G1S ട്രാൻസിഷൻ സ്റ്റേറ്റിലാണ് എന്തിന്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ പീക്ക് ഉണ്ടാവുക, G1S CDKന്റെ കോൺസെൻട്രേഷൻ പീക്ക് ഉണ്ടാവുക. ഓക്കെ, ആ പീക്ക് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ എന്താവുള്ളൂ, ലെവൽ ഓഫ് സൈക്ലിൻ പ്രോട്ടീൻ എക്സ്പ്രഷന്റെ ലെവൽ നമുക്ക് നോക്കാം. സൈക്ലിൻ പ്രോട്ടീൻ എക്സ്പ്രഷൻ. അപ്പൊ നോക്കുമ്പോൾ ഒരു സെല്ല് എപ്പോഴും, ഇത് ഞാൻ ഉദാഹരണം പറയാം, ഇത് കേസ് എടുത്താൽ ഇത് SIC1 പ്രോട്ടീൻ ആണ്. SIC1 പ്രോട്ടീൻ ആണ്. ഈ SIC1 പ്രോട്ടീന്റെ കോൺസെൻട്രേഷൻ ഹൈ കോൺസെൻട്രേഷൻ ആണ്. പക്ഷെ ഒരു സെല്ല് G1S ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്തുമ്പോഴാണ് എല്ലാ SIC-ന്റെയും 6 സൈറ്റും ഫോസ്ഫോറിലേറ്റ് ആവണമെങ്കിൽ അത്രയും കോൺസെൻട്രേഷൻ G1S CDK വേണം. ആ സമയത്താണ് SIC1 ഇത്രയും സമയം, അതായത് ഇവിടെ ഈ പോയിന്റ് മുതൽ ഇങ്ങനെ G1S CDK സിന്തസൈസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. പക്ഷെ കോൺസെൻട്രേഷൻ മാക്സിമം പീക്കിൽ എത്തുന്ന സമയത്ത് വരെ ഈ SIC1ന്റെ കോൺസെൻട്രേഷൻ കുറയുന്നില്ല. പീക്കിൽ എത്തി കഴിയുമ്പോഴാണ് എല്ലാ SIC-ന്റെയും 6 സൈറ്റിലും ഫോസ്ഫോറിലേഷൻ നടത്താൻ ആവശ്യമായ G1S CDK കോൺസെൻട്രേഷൻ ഉള്ളൂ. ആ സമയത്ത് അബ്രപ്റ്റ് ആയിട്ട് ഷാർപ്പ് ഡിക്ലൈൻ ആണ് SIC1 നടക്കുക. എന്നിട്ട് നേരെ അത് ഡീഗ്രേഡ് ചെയ്ത് കളയും. ഓക്കെ, SIC1 ഡീഗ്രേഡ് ചെയ്യുന്നത് SCF യുബിക്യൂട്ടിനേഷൻ ആണ്, ഇവിടെ APC യുബിക്യൂട്ടിനേഷൻ ആണ്. രണ്ട് വ്യത്യാസമുണ്ട്. ഓക്കെ, അങ്ങനെ ആവും. അതേ സമയത്ത് SIC1 കോൺസെൻട്രേഷൻ മാക്സിമത്തിലാവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എസ് ഫേസ് ഇവിടെ SIC1 ആരെ ബ്ലോക്ക് ചെയ്യുന്ന, എസ് ഫേസിനെയും എം ഫേസ് CDKനെയും ബ്ലോക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ എസ് ഫേസിന്റെ CDK അതിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. ഇനി ഈ SIC1ന്റെ 6 സൈറ്റും ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ ഷാർപ്പ് ഡിക്രീസ് വരുന്നത്. ആ സമയത്താണ് SCDK എന്ത് ചെയ്യും, ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് എസ് ഫേസ് CDK. സോ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. എസ് ഫേസ് CDK ആണെങ്കിലും എം ഫേസ് CDK ആണെങ്കിലും ഈ റെഡ് കാണിക്കുന്നത് അങ്ങനെയാണ്.
ഈ ഗ്രീന് കാണിക്കുന്നത് സിക്ക് വണ്ണിന്റെ മൂവ്മെന്റ് ആണ് കണ്ടോ. അപ്പൊ ഇതാണ് ഈ സിക്ക് വണ്ണിന്റെ റെഗുലേറ്ററി മെക്കാനിസം ഉണ്ടാകും. അപ്പൊ സിക്ക് വൺ ഡീഗ്രഡേഷൻ, സിക്ക് വണ്ണിന് ഇൻഹിബിഷനും CDH1 ഇൻഹിബിഷനും ഒക്കെ സെല്ലിന് G1 ഫേസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് മെക്കാനിസം. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ സിക്ക് വൺ എന്ന് പറഞ്ഞ പ്രോസസ്സും APC CDH1 എന്നുള്ള പ്രോസസ് ഒക്കെ ഈസ്റ്റിൽ കാണുന്ന മെക്കാനിസം ആണ്. ഇനി മെറ്റാസോവൻസിൽ എടുത്താൽ ഈ സിക്ക് വണ്ണിന് പകരം മെറ്റാസോവൻസിൽ സിക്ക് വണ്ണിന് പകരം ഉണ്ടാവുക P27 എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് ഉണ്ടാവുക. അത് ഓർത്തോക്കാം, മെറ്റാസോവൻസിലാവും. അതേപോലെ മെറ്റാസോവൻസിൽ ഈ P27 ആരെ ഇൻഹിബിറ്റ് ചെയ്ത മനസ്സിലാക്കാം, S ഫേസ് സൈക്കിളിനെയും G1S CDKനെയാണ്. S ഫേസ് CDKനെയും G1S CDKനെയുമാണ് P27 എന്ന് പറയുന്ന സിക്കിന് പകരം ഈസ്റ്റിൽ മെറ്റാസോവൻസിൽ കാണുന്ന ഇൻഹിബിറ്ററി പ്രോട്ടീൻ ഇൻഹിബിറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് അവിടെ ആ ഇൻഹിബിഷൻ ഇവിടെയും ഈ മെക്കാനിസം എന്തിനാണ് സെല്ലിന് G1 ഫേസിൽ കൂടുതൽ സ്പേസ് കിട്ടാണ്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ P27 പിന്നെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഇനാക്റ്റീവ് ആക്കുന്നത് ആരാ വെച്ചാൽ മനസ്സിലാക്കാം, മൈറ്റോജൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസ. മൈറ്റോജൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസ. മൈറ്റോജൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ മൈറ്റോജൻ ഗ്രോത്ത് ഫാക്ടർ ആക്ടിവേറ്റ് ചെയ്ത പ്രോട്ടീൻ കൈനേസ് ആണ് പിന്നെ P27 G1 ഫേസിന്റെ എൻഡിൽ എന്ത് ചെയ്യുക, ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് ഇതിന്ന് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാം, ഇനാക്റ്റീവ് ആക്കാം. അങ്ങനെ ഇനാക്റ്റീവ് ആക്കുമ്പോഴാണ് S ഫേസും G1S CDKയും ഫ്രീ ആയി മാറുക സെല്ലിന്റെ അകത്ത്. അങ്ങനെ ഫ്രീ ആയി മാറിയ S ഫേസ് CDKയും G1S CDKയും പിന്നീട് മൈറ്റോജൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസിന്റെ കൂടെ ചേർന്നിട്ട് P27 വീണ്ടും ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന ആളുടെ എണ്ണം കൂടി. അപ്പം കൂടുതൽ S ഫേസും G1S CDK ഉണ്ടാകുക. കാരണം എല്ലാ P27 നേരത്തെ ഒരാള് ഫോസ്ഫോറിലേറ്റ് ചെയ്തതിന് വരെ ഇവരും കൂടി ചേർന്ന് ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ S ഫേസും G1S CDK ഉണ്ടാകുമ്പോൾ സെല്ലിന് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, S ഫേസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ DNA റിപ്ലിക്കേഷൻ, ഹിസ്റ്റോൺ പ്രോട്ടീൻ സിന്തസിസ്, സെൻട്രോസോം ഡ്യൂപ്ലിക്കേഷൻ ഇതെല്ലാം സ്മൂത്തായി നടക്കും. ഓക്കെ, അങ്ങനെ സെല്ല് G1S ട്രാൻസിഷൻ പോയിന്റ് അഥവാ G1S ചെക്ക് പോയിന്റ് പാസ് ചെയ്ത് പോകും. ഇനി S ഫേസും കഴിഞ്ഞാൽ G2 ഫേസ് എത്തി. പിന്നെ G2 ഫേസിൽ നിന്ന് M ഫേസിലേക്ക് കയറുമ്പോൾ അവിടെ ആരാവശ്യം വരും, മൈറ്റോട്ടിക് സൈക്ലിന്റെ ആവശ്യം വരും. ഇവിടെ ഞാൻ പറഞ്ഞതിലൊക്കെ S ഫേസ് സൈക്ലിൻ CDKയും M ഫേസ് സൈക്ലിൻ മൈറ്റോട്ടിക് CDKകളും ഇവിടത്തെ ഇൻഹിബിഷൻ ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിലും S ഫേസിനെ പോലെയല്ല മൈറ്റോട്ടിക് സൈക്ലിൻ CDK കോംപ്ലക്സുകളെ പിന്നീട് വേറെ മെക്കാനിസം വഴി ഇൻഹിബിഷൻ നടത്തി വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു സെല്ല് S ഫേസിൽ പ്രോപ്പർ ടൈം കിട്ടാതെ മൈറ്റോട്ടിക് സൈക്ലിനും കൂടി ഇവിടെ ആക്റ്റീവ് ആവുന്നതുകൊണ്ട് വേഗത്തിൽ മൈറ്റോസിസിലേക്ക് പോകുമ്പോൾ DNA റിപ്ലിക്കേഷൻ നടത്താനൊന്നും കൂടുതൽ സമയം കിട്ടൂല, കുറെ എററുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിട്ട് ഇവിടെ S ഫേസും മൈറ്റോട്ടിക് സൈക്ലിനും ഒരേ സമയത്ത് ആക്റ്റീവ് ഫോമിൽ അല്ലെങ്കിൽ അതിന്റെ ഇൻഹിബിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് റിമൂവ് ആവുന്നുണ്ടെങ്കിൽ പിന്നീട് മൈറ്റോട്ടിക് സൈക്ലിനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ മാത്രമേ S ഫേസ് സൈക്ലിന് S ഫേസിലെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടത്താനും അതിനുള്ള ടൈം എല്ലാം കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്നത് സെല്ലിലെ ഈ മൈറ്റോട്ടിക് സൈക്ലിനെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സെല്ല് S ഫേസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മൈറ്റോട്ടിക് ഫേസിലേക്ക് പോകുന്നത് അഥവാ G2M ചെക്ക് പോയിന്റ് ആണ് ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് G2M ചെക്ക് പോയിന്റിനെ കുറിച്ച് പറയാനുണ്ട്. അതിന് മുന്നേ S ഫേസിലെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോവാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് DNA റിപ്ലിക്കേഷൻ നടക്കുന്നത് S ഫേസിലാണ് അല്ലെ. അപ്പം DNA റിപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം ആദ്യം. ആ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ DNA മേലെയുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീജന് റെക്കഗ്നൈസ് ചെയ്യണം. ആ റീജനെ വിളിക്കുന്ന പേരാണ് ORIC, ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്നാണ് പറയാം. ആ സൈറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന കോംപ്ലക്സുകളാണ് നമ്മൾ ഒറിജിൻ റെക്കഗ്നീഷൻ കോംപ്ലക്സുകൾ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു സെല്ല് G1 ഫേസിൽ നിന്ന് S ഫേസിലേക്ക് പോകുമ്പോൾ G1 ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, G1 ഫേസിൽ നിന്ന് S ഫേസിലേക്ക് പോകുമ്പോൾ G1 എത്തുമ്പോൾ സെല്ലിന്റെ അകത്ത് S ഫേസ് CDKന്റെ കോൺസെൻട്രേഷൻ കുറവാണല്ലോ. കാരണം APC CDH1 നേരത്തെ പറഞ്ഞ അത് S ഫേസ് CDK കോംപ്ലക്സുകളെ യുബിക്വിറ്റിനൈസ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാല് DNA
റിപ്ലിക്കേഷൻ ഇനീസിയേഷന്റെ ടൈമിൽ DNA ഇനീഷ്യൽ അൺവൈൻഡിങ്ങിന് സഹായിക്കുന്ന MCM ഹെലിക്കേസ് എന്ന് പറയുന്ന അൺവൈൻഡിങ് പ്രോട്ടീനുകളുണ്ട്. ആ അൺവൈൻഡിങ് പ്രോട്ടീനുകൾ CDC6 CDT1 എന്ന് രണ്ട് പ്രോട്ടീന്റെ ഹെൽപ്പോട് കൂടി ഒറിജിൻ റെക്കഗ്നീഷൻ കോംപ്ലക്സിലേക്ക് ലോഡ് ചെയ്യും. അതാണ് ആദ്യത്തെ പ്രോസസ്സ്, MCM ലോഡിംഗ് എന്നാണ് പറയാം. ലോഡ് ചെയ്യും. അത് നടക്കുന്നത് എസ് ഫേസ് CDKന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവുള്ള സമയത്താണ്, അതായത് G1-ലാണ് നടക്കുക. എന്നാൽ G1S ട്രാൻസിഷൻ പോയിന്റിൽ എത്തുമ്പോൾ G1S CDKകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അവരെന്ത് ചെയ്യും, APC CDHനെ യുബിക്വിറ്റിനൈസ് ചെയ്തുകൊണ്ട് ഈ എസ് ഫേസ് CDKന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ എസ് ഫേസ് CDKന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ആ എസ് ഫേസ് CDKയും അതിന്റെ കൂടെയുള്ള DDK എന്ന് പറയുന്ന പ്രോട്ടീനുകളും ആക്റ്റീവ് ആവും. ഈ DDK എന്നുള്ള പ്രോട്ടീൻ എന്താ ചെയ്യാച്ചാൽ അത് നേരെ വന്നിട്ട് ഈ ഒറിജിൻ റെക്കഗ്നീഷൻ കോംപ്ലക്സിൽ ലോഡ് ചെയ്തിട്ടുള്ള ആ MCM ഹെലിക്കേസിന്റെ രണ്ട് സ്പെസിഫിക് സൈറ്റിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. രണ്ട് സ്പെസിഫിക് സൈറ്റിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അങ്ങനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ MCM ഹെലിക്കേസ് ആക്ടിവേറ്റ് ആവും. ഇനാക്റ്റീവ് ആയ MCM ഹെലിക്കേസ് ആക്റ്റീവ് ആവും. സോ അതിന് മുന്നേ വരെ അത് ഇനാക്റ്റീവ് ആണ്. ഇനി അതേ സമയത്ത് എസ് ഫേസ് CDKന്റെ പണി എന്താ വെച്ചാല് എസ് ഫേസ് CDK SLD2 എന്ന് പറയുന്ന പ്രോട്ടീനെയും SLD3 എന്ന് പറയുന്ന പ്രോട്ടീനെയും എസ് ഫേസ് CDKകൾ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഇതിനെയും ഫോസ്ഫോറിലേറ്റ് ചെയ്യും, ഇതിനെയും ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അങ്ങനെ ഫോസ്ഫോറിലേറ്റഡ് ആയ SLD2 SLD3 എന്താവും, SLD3 CDC45നോട് കമ്പൈൻ ചെയ്തിട്ട് കോംപ്ലക്സുകളായി മാറും. SLD2 ആണെങ്കിൽ DBP2നോട് കമ്പൈൻ ചെയ്തിട്ട് കോംപ്ലക്സുകളായി മാറും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ കോംപ്ലക്സുകൾ ഇവിടെ 3 കോംപ്ലക്സ് ഉണ്ട്. ഈ 3 കോംപ്ലക്സുകൾ എടുത്തു കഴിഞ്ഞാലും അതെന്താണ്, MCM ഹെലിക്കേസിന്റെ ആക്ടിവേറ്റർ ആണ്. MCM ഹെലിക്കേസിന്റെ ഫംഗ്ഷൻ എന്താ, ഇനീഷ്യൽ അൺവൈൻഡിങ് ഓഫ് DNA അറ്റ് ORIC റീജിയൻ ആണ്. എന്നാൽ എങ്ങനെയാണ് ഈ 3 കോംപ്ലക്സുകളും MCM ഹെലിക്കേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ആൻസർ ഒന്നും എവിടെയില്ല. ഓക്കെ, ഇനി അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DNA റിപ്ലിക്കേഷൻ ഇനീഷ്യേഷൻ ആയി. ഓക്കെ, എന്നാൽ അതേ സമയത്ത് അങ്ങനെ DNA റിപ്ലിക്കേഷൻ ഇനീഷ്യേഷൻ ആവും. അങ്ങനെ ഇനീഷ്യേഷൻ ആവുമ്പോൾ ലീഡിങ് സ്റ്റാൻഡുകൾ ഉണ്ടാവും, ലാഗിങ് സ്റ്റാൻഡുകൾ ഉണ്ടാവും. ആ സമയത്ത് ലീഡിങ് സ്റ്റാൻഡിലേക്ക് DNA പോളിമറേസ് എപ്സിലോണിനെയും ലാഗിങ് സ്റ്റാൻഡിലേക്ക് DNA പോളിമറേസ് ഡെൽറ്റനെയും റിക്രൂട്ട് ചെയ്യുന്നതും ആരാണ്, എസ് ഫേസ് CDKകളാണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ മെക്കാനിസം. അങ്ങനെ നടക്കുമ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് DNA റിപ്ലിക്കേഷൻ നടക്കും. ഓക്കെ, അപ്പൊ ഈ DNA റിപ്ലിക്കേഷൻ ബബിളിൽ നമുക്ക് ഇവിടെ കാണാം, ഡബിൾ സ്റ്റാൻഡേർഡ് ആയ DNA ഉണ്ടാവുന്നത് കാണാം. ഓക്കെ, അങ്ങനെയാണ് ഈ മെക്കാനിസം നടക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, DNA റിപ്ലിക്കേഷൻ ഒരു എസ് ഫേസിൽ ഒറ്റ പ്രാവശ്യം നടക്കാൻ പറ്റുള്ളൂ, സെക്കൻഡ് ടൈം നടക്കാൻ പറ്റില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് അൺകൺട്രോൾഡ് ഡിവിഷൻ ആവും. DNA അല്ലെങ്കിൽ DNAന്റെ അബ്നോർമാലിറ്റി, റിപ്ലിക്കേഷൻ അബ്നോർമാലിറ്റീസിനൊക്കെ കാരണം. അപ്പൊ ആ സമയത്ത് ഒന്നിലധികമുള്ള DNA റിപ്ലിക്കേഷൻ ഒരു സമയത്ത് ബ്ലോക്ക് ചെയ്യണം. ആ ബ്ലോക്ക് ചെയ്യാനുള്ള മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക. ഈ എസ് ഫേസ് CDKകള് ഈ എസ് ഫേസിൽ ഉണ്ടാവുന്ന എസ് ഫേസ് CDK ഈ SLD3നെയും SLD2നെയൊക്കെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവർ CDC6നെയും CDT1നെയും ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അങ്ങനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ CDC6ഉം CDT1ഉം ഒറിജിൻ റെക്കഗ്നീഷൻ കോംപ്ലക്സ് റിലീസ് ആവും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, DNA റിപ്ലിക്കേഷൻ, സെക്കൻഡ് ടൈം DNA റിപ്ലിക്കേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ എസ് ഫേസ് CDKകൾ എന്ന് വെച്ചാൽ ഒറിജിൻ റെക്കഗ്നീഷൻ കോംപ്ലക്സിന്റെ DDK ഫോസ്ഫോറിലേറ്റ് ചെയ്യാത്ത വേറെ 2 സൈറ്റിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ MCM ഹെലിക്കേസിനെയും റിലീസ് ചെയ്യിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ MCM ഹെലിക്കേസും അവിടുന്ന് റിലീസ് ചെയ്യും. അപ്പൊ ഈ 2 മെക്കാനിസം വഴി എന്ത് ചെയ്യാം, ഒന്നിലധികമുള്ള DNA റിപ്ലിക്കേഷൻ ഇനീസിയേഷൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടുത്തെ മെക്കാനിസം. ഇനി മെറ്റാസോവൻസ് എന്ന് പറയുന്ന കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ മെക്കാനിസം കൂടി ഉണ്ട്. മെറ്റാസോവൻസിൽ ഒറിജിൻ റെക്കഗ്നീഷൻ കോംപ്ലക്സിലേക്ക് ജെമിനിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യും. ജെമിനിൻ എന്ന് പറയുന്ന പ്രോട്ടീന്റെ ഫംഗ്ഷൻ ആണ് DNA റിപ്ലിക്കേഷന്റെ സെക്കൻഡ് ടൈം ഇനീസിയേഷൻ ബ്ലോക്ക് ചെയ്യാന്നുള്ള മെക്കാനിസം ആണ് ജെമിനിനുള്ളത്. ഇനി ഈ മെറ്റാസോവൻസിൽ ഈ DNA റിപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എസ് ഫേസ് കഴിഞ്ഞു, G2 ഫേസ് കഴിഞ്ഞു, പിന്നെ മൈറ്റോട്ടിക് സൈക്കിളായ പ്രോഫേസും മെറ്റാഫേസും അനാഫേസ് ഒക്കെ DNA റിപ്ലിക്കേഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അനാഫേസിന്റെ എൻഡിൽ APC CDH1 എന്ന് പറയുന്ന ആക്റ്റീവായ പ്രോട്ടീൻ കോംപ്ലക്സുകൾ ഉണ്ട് അല്ലെ.
മൈറ്റോട്ടിക് സൈക്ലിനെയും S5 സൈക്ലിനെയൊക്കെ യുബിക്വിറ്റിനൈസ് ചെയ്യുന്ന പ്രോട്ടീൻ കോംപ്ലക്സുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. APC-CDH1നെ CDC14 എന്ന് പറയുന്ന ഫോസ്ഫറ്റേസ് വെച്ച് കണ്ട് ഡീഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ APC-CDH1 എന്ത് ചെയ്യും? അനാഫേസിന്റെ എൻഡിൽ ജമീൻ പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യുന്നത്? DNA റിപ്ലിക്കേഷൻ ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, ഈ CDC14 ഫോസ്ഫറ്റേസ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. ഡയഗ്രത്തിൽ APC-CDH1 ആക്റ്റീവ് ഫോമിൽ നിൽക്കുന്ന സമയത്ത് അതാണ് S ഫേസിനെയും മൈറ്റോട്ടിക് സൈക്ലിനെയും കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറയുന്ന ആ ഡയഗ്രത്തിൽ കാണിച്ചിരുന്നു. ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് DNA റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അങ്ങനെ സക്സസ്ഫുൾ ആയി ഇനീഷ്യേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? DNA അല്ലെ, ക്രോമസോമിന്റെ 2 കോപ്പികൾ കിട്ടും. ആ ക്രോമസോമിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു DNA 2 DNA ആയി മാറുമ്പോൾ ആ DNA പിന്നെ ഹിസ്റ്റോൺ പ്രോട്ടീൻ വെച്ച് പാക്ക് ചെയ്യുമ്പോൾ 2 സിസ്റ്റർ ക്രോമാറ്റിഡുകളായിട്ടുള്ള ക്രോമസോമുകളായി മാറും. ആ 2 സിസ്റ്റർ ക്രോമാറ്റിഡായ ക്രോമസോമുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന കൊഹിസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അതിന്റെ അതെങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്, അതിന്റെ ആക്ഷൻ എന്താണെന്നും, പിന്നെ അങ്ങനത്തെ സിസ്റ്റർ ക്രോമാറ്റിഡ് അനാഫേസിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് കൊഹിസിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇനി S ഫേസിലാണല്ലോ DNA റിപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പൊ DNA റിപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടെ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ ഫോം ചെയ്യും. അപ്പൊ അങ്ങനത്തെ സിസ്റ്റർ ക്രോമാറ്റിൻ എന്ത് ചെയ്യണം? തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു പ്രോട്ടീന് വേണം. ആ പ്രോട്ടീന്റെ പേരാണ് കൊഹിസിൻ എന്നാണ് ആ പ്രോട്ടീന്റെ പേര്. അപ്പൊ ഈ കൊഹിസിന്റെ ആക്ഷൻ S ഫേസിൽ എങ്ങനെയാണെന്ന് നോക്കാം DNA റിപ്ലിക്കേഷൻ നടക്കുമ്പോൾ. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് കൊഹിസിന്റെ സ്ട്രക്ചർ എന്താണ്. കൊഹിസിൻ പ്രോട്ടീൻ എടുത്താൽ അതിൽ SMC1 എന്ന് പറയുന്ന സബ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ SMC3 എന്ന് പറയുന്ന സബ് യൂണിറ്റും ഉണ്ട്, അതുപോലെ തന്നെ SC1 എന്ന് പറയുന്ന സബ് യൂണിറ്റും ഉണ്ട്, SC3 എന്ന് പറയുന്ന സബ് യൂണിറ്റും ഉണ്ട്. അതാണ് പ്രധാനമായുള്ള സബ് യൂണിറ്റ്. ഈ SC1 നമ്മൾ RAD21 എന്നും പറയാറുണ്ട്, RAD21 എന്നും വിളിക്കാറുണ്ട്, RAD21. ഓക്കെ, ഇനി ഈ കൊഹിസിൻ എടുത്താൽ ഈ കൊഹിസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ്, ഈ 4 സബ് യൂണിറ്റുള്ള കൊഹിസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് സോറോണിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് സ്റ്റെബിലൈസ് ചെയ്യുക. എന്നാൽ ഈ കൊഹിസിൻ റിങ്ങിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിനെ ഡിസ്അസംബിൾ, ഈ 4 സബ് യൂണിറ്റൊക്കെ ഡിസ്അസംബിൾ ചെയ്യുന്ന സബ് യൂണിറ്റ് ഒരു കോംപ്ലക്സുകളാണ് WAPL-PDS5 കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ കൊഹിസിന്റെ കൂടെ ഉള്ളത് കൊണ്ട് അത് ക്രോമസോമിലെ പെർമനന്റ് ആയിട്ട് കൊഹിസിൻ പ്രോട്ടീനെ ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ഇതൊരു ക്രോമസോമാണ്, S ഫേസിൽ റിപ്ലിക്കേഷൻ നടക്കാൻ പോകുന്ന ക്രോമസോം ആണെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിപ്പോ നിൽക്കുന്ന G1 ഫേസിലാണ്. G1 ഫേസിൽ നമ്മുടെ പ്രത്യേകത, G1 ഫേസിൽ ക്രോമസോം ആവും, അതിന്റെ മേലെ പാർഷ്യലി മാത്രമേ കൊഹിസിൻ പ്രോട്ടീൻ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു ക്രോമസോം ആണ്. അത് G1 എത്തുമ്പോൾ ഒരു DNA പാക്ക് ചെയ്ത് ക്രോമസോം ആകുന്നതിന് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ G1 ഫേസിൽ എത്തുമ്പോൾ അതിന്റെ മേലെ കൊഹിസിൻ പ്രോട്ടീനുകൾ ഉണ്ടാവും. ആ കൊഹിസിൻ പ്രോട്ടീനുകൾ അൺസ്റ്റേബിൾ ആയിരിക്കും, അവർ ഡൈനാമിക് ആയിരിക്കും, അവർക്ക് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കുക, ഈ കൊഹിസിൻ പ്രോട്ടീനെ നമുക്കറിയാം ലോഡ് ചെയ്യുന്നത് SC2 എന്ന് പറയുന്നതും SCC4ഉം SCC2 ആണ് അതിനെ ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആരോ മാർക്ക് ഇട്ടത്. അപ്പൊ ഈ ക്രോമസോമിൽ കൊഹിസിൻ ഇല്ല, കൊഹിസിൻ ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ് SCC2, SCC4. ഇത് രണ്ടും ലോഡ് ചെയ്യും. ലോഡ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ലോഡ് ചെയ്യാതെ ഡൈനാമിക് ആയിട്ട് അൺസ്റ്റേബിൾ ആയി നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കുക, ഈ കോംപ്ലക്സിന്റെ കൂടെ ആരുള്ളത് കൊണ്ടാണ് WAPL-PDS5 കോംപ്ലക്സ് ഉള്ളത്. അവരിതിനെ അൺസ്റ്റേബിൾ ആക്കി കളയും, അതുകൊണ്ട് ക്രോമസോമിന് വില നിർത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആരോ മാർക്ക് തിരിച്ചിട്ട് ഇങ്ങനെയുള്ള ഫോമിനെ തിരിച്ച് ഇങ്ങനെ ആക്കുന്ന ആളാണ് ആര്? WAPL-PDS5. അതുകൊണ്ട് G1 ഫേസിൽ അൺസ്റ്റേബിൾ ആയിട്ടാണ് ക്രോമസോമിന്റെ മേലെ ആര് നിൽക്കുക? ഈ ക്രോമസോം അല്ലെങ്കിൽ ക്രോമസോമായി മാറേണ്ട DNA-യുടെ മേലെ G1 ഫേസിൽ എന്ത് നിൽക്കുന്നത്? കൊഹിസിൻ നിൽക്കുന്നത്. എന്നാൽ സെല്ല് S ഫേസിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു എൻസൈമാണ് കൊഹിസിൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം അസറ്റൈൽ ഗ്രൂപ്പിനെ SMC3 ഈ സബ് യൂണിറ്റിലേക്ക് CH3 അസിറ്റൈൽ ഗ്രൂപ്പിന് എന്ത് ചെയ്യും? അസിറ്റൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യും. അവൻ അസിറ്റൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്ന സമയത്ത്
പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, WAPL-PDS5 കോംപ്ലക്സിന് ഇതിന്റെ മേലെ ബൈൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവർ ഡിസോസിയേറ്റ് ഡിറ്റാച്ച് ചെയ്ത് പോരും. അങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് പോരുമ്പോൾ കൊഹിസിൻ എന്താവും, സോറോണിന്റെ പ്രസൻസ് സ്റ്റേബിൾ ആവുകയും ഇതിന്റെ മേലെ പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാനും പറ്റും. അങ്ങനെ G1 ഫേസിൽ എത്തുമ്പോൾ DNA അല്ലെങ്കിൽ ക്രോമസോം റിപ്ലിക്കേഷൻ നടക്കുമ്പോൾ റിപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാവും. ഫോർക്ക് ഉണ്ടാവാന്ന് പറഞ്ഞാൽ പതിയെ പതിയെ സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ അല്ലെങ്കിൽ സിസ്റ്റർ DNA ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സിസ്റ്റർ DNAകൾ ഫോം ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, ഇങ്ങനെ WAPL-PDS5 ഡിസോസിയേറ്റ് ചെയ്ത് ആക്റ്റീവായ കൊഹിസിൻ എന്ത് ചെയ്യും, റിംഗ് ഫോമിൽ രണ്ട് സിസ്റ്റർ ക്രൊമാറ്റിഡുകളെയും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് അങ്ങനെ ഫോം ചെയ്യുന്നത്. എന്നാൽ താഴത്തേത് എന്തായിരിക്കും, അത് അൺസ്റ്റേബിൾ ആയിരിക്കും, ഡൈനാമിക് ആയിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള ആക്റ്റീവായ കൊഹിസിനാണ് സിസ്റ്റർ ക്രൊമാറ്റിഡ് റിപ്ലിക്കേഷൻ ഫോർക്കിന്റെ അടുത്തുള്ള ഫോം ചെയ്യുന്ന സിസ്റ്റർ ക്രൊമാറ്റിഡുകളെ കണക്ട് ചെയ്തിട്ട് ഒരു റിംഗ് ആയി ആക്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് നിർത്തുന്നത്. അങ്ങനെ എസ് ഫേസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടാവും. എസ് ഫേസ് കഴിഞ്ഞ് G2 എത്തുമ്പോൾ DNA അഥവാ ക്രോമസോം റിപ്ലിക്കേറ്റ് ചെയ്ത് സിസ്റ്റർ ക്രൊമാറ്റിഡുകളായി അല്ലെങ്കിൽ സിസ്റ്റർ DNAകളായി മാറി. ആ സിസ്റ്റർ DNAകളായി മാറുമ്പോൾ അതിന് മേലെ മൊത്തം ഒരു എൻഡ് മുതൽ രണ്ടാമത്തെ ഒരു ടീലോമിയർ എൻഡ് മുതൽ അടുത്ത ടീലോമിയർ എൻഡ് വരെ അല്ലെങ്കിൽ ഒരു DNA ഒരു എൻഡ് മുതൽ രണ്ടാമത്തെ എൻഡ് വരെ രണ്ട് സിസ്റ്റർ ക്രൊമാറ്റിഡിനെയും കണക്റ്റഡ് ആയിട്ട് ആക്റ്റീവായ കൊഹിസിൻ ഉണ്ടാവും. ആ സമയത്താണ് ഇതിന്റെ ഈ സിസ്റ്റർ ക്രൊമാറ്റിഡ് അല്ലെങ്കിൽ സിസ്റ്റർ DNAകളുടെ സെൻട്രോമിയറിക് റീജിയനിലേക്ക് ഷുഗോഷിൻ എന്ന് പറയുന്ന പ്രോട്ടീന് ഒരു PP2A പ്രോട്ടീൻ ഫോസ്ഫേറ്റേസ് 2A എന്ന് പറയുന്ന എൻസൈമിനെ റിക്രൂട്ട് ചെയ്യും. ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞാൽ ഡീഫോസ്ഫോറിലേറ്റിംഗ് എൻസൈം ആണ്. അപ്പൊ ഇവിടെ പ്രോട്ടീൻ ഫോസ്ഫേറ്റേസ് ഉണ്ടാവും. അത് എന്തിനാന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഇനി ഈ G2 ഫേസ് കഴിഞ്ഞ് സെല്ല് മൈറ്റോട്ടിക് സൈക്കിളായ പ്രോഫേസിലേക്ക് എത്തുമ്പോൾ പ്രോഫേസ് മെറ്റാഫേസ് ഒക്കെ എത്തുന്ന പ്രോഫേസ് ഒക്കെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ അറോറ ബി കൈനേസ് എന്ന് പറയുന്ന ഫോസ്ഫോറിലേറ്റിംഗ് എൻസൈമും പോളോ ബി കൈനേസ് എന്ന് പറയുന്ന ഫോസ്ഫോറിലേറ്റിംഗ് എൻസൈമും വന്നിട്ട് ഈ നമ്മൾ ഈ പറയുന്ന കൊഹിസിൻ പ്രോട്ടീൻ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കളയും. കൊഹിസിൻ പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റർ ക്രൊമാറ്റിഡിനെ കണക്ട് ചെയ്തിട്ടുള്ള കൊഹിസിൻ പ്രോട്ടീൻ മൊത്തം ഡീഗ്രേഡ് ചെയ്ത് പോകും, ഒക്കെ ഡിറ്റാച്ച് ചെയ്ത് പോകും, ഇനാക്റ്റീവ് ആയി പോകും. എന്നാൽ സെൻട്രോമിയറിക് റീജിയനിലുള്ള കൊഹിസിൻ പ്രോട്ടീന് മാത്രം അറോറ ബി കൈനേസും പോളോ ബി കൈനേസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഫോസ്ഫോറിലേഷൻ നടന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത് റിമൂവ് ആവുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ PP2A പ്രസൻസ് ഉള്ളത് കൊണ്ട് ഈ അറോറ ബി കൈനേസും പോളോ ബി കൈനേസും ഫോസ്ഫോറിലേറ്റ് ചെയ്യപ്പെട്ട ഈ കൊഹിസിൻ പ്രോട്ടീൻ ഉണ്ട്. ആ കൊഹിസിൻ പ്രോട്ടീനെ PP2A വീണ്ടും ഡീഫോസ്ഫോറിലേറ്റ് ചെയ്യും. അതുകൊണ്ട് ആ ഭാഗത്തുള്ള കൊഹിസിന് സേഫ് ആയിട്ട് അവിടെ തന്നെ സ്റ്റേബിളായി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മെക്കാനിസം. ഇനി അനാഫേസിന്റെ സമയത്താണ് ഇതിന്റെ ഡീഗ്രഡേഷൻ ഒക്കെ നടന്നിട്ട് ഈ സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ ഓപ്പോസിറ്റ് പോളിലേക്കൊക്കെ പോകുന്നത്. അത് നമുക്ക് ഇനി പറയാനുള്ള കാര്യമാണ്. ഇത്രയാണ് എസ് ഫേസിൽ പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത് പോകേണ്ടത് മൈറ്റോട്ടിക് ഫേസിലാണ്, അഥവാ G2-ൽ നിന്ന് M ഫേസിലേക്ക് പോകുന്ന ചെക്ക് പോയിന്റ് ആണ്. അവിടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സെൽസിൻ്റെ അകത്ത് G1S ട്രാൻസിഷന്റെ സമയത്ത് ഉണ്ടായ G1S CDKകളാണ് എസ് ഫേസും മൈറ്റോട്ടിക് സൈക്കിളിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ആ മൈറ്റോട്ടിക് സൈക്കിളിന് ഇത്രയും നേരം എസ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇനാക്റ്റീവ് ആയിട്ടാണ് വന്നത്. അതെങ്ങനെയാ വെച്ചാൽ അവിടെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള മൈറ്റോട്ടിക് സൈക്ലിനുകൾ CDK1-മായി കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ എസ് ഫേസിലും അതുപോലെ G2 ഫേസിലും അത് ആക്റ്റീവ് ആവുന്നില്ല. അവർ ആക്റ്റീവ് ആക്കാതെ മൈറ്റോട്ടിക് CDKയായ CDK1-നെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് എന്താക്കി വെച്ചതാണ്, ഇനാക്റ്റീവ് ആക്കി വെച്ചതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ G1 ഫേസിൽ ഉണ്ടായ സൈക്ലിൻ ബി അഥവാ മൈറ്റോട്ടിക് സൈക്ലിന് CDK1-മായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും നേരം G1 ഫേസ് കഴിഞ്ഞ് എസും G2 ഫേസ് വരെ ആ സൈക്ലിൻ ബി CDK കോംപ്ലക്സുകൾ മൈറ്റോട്ടിക് CDK കോംപ്ലക്സുകൾ എന്താണ്, ഫോസ്ഫോറിലേഷൻ വഴി ഇനാക്റ്റീവ് ആക്കി വെച്ചതാണ്. ഇനി നമുക്ക് മൈറ്റോട്ടിക് ഫേസ് ആണ് വരാനുള്ളത്. ആ സമയത്ത് ഈ കോംപ്ലക്സുകളെ ആക്റ്റീവ് ആക്കിയിട്ട് വേണം മൈറ്റോസിസിലേക്ക് സെല്ലിനെ എൻ്റർ ചെയ്യിപ്പിക്കാൻ. അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം.